ഹലോ, കേരള തരികിട അന്തിപത്രം അല്ലേ? അതെ, കേരള തരികിട അന്തിപത്രം തന്നെ. ആരാ സംസാരിക്കുന്നേ? MD ആണ് സംസാരിക്കുന്നത്. തെണ്ടിയോ? MD. ആ സാറേ, ഞാൻ പൂത്തോട്ടേന്ന് പാക്കരനാ. പൂത്തോട്ടേന്ന് പാക്കരനോ? ആ, പത്രത്തിന്റെ ഏജന്റ്. ഓ, നമ്മുടെ ഏജന്റ് പാക്കരൻ. ആ പാക്കര, നമ്മുടെ പത്രം ശരിക്കും പോകുന്നുണ്ടോ? ആ, നന്നായിട്ട് പോകുന്നുണ്ട്. നന്നായിട്ട് പോകുന്നുണ്ടോ? പിന്നെ ശരിക്കും പോകുന്നുണ്ട്, അടിപൊളിയായിട്ട് പോകുന്നുണ്ടോ? പിന്നെ ഇന്നലെ ഒരു 7000 കോപ്പി മഴ നനഞ്ഞു പോയി. അതിന് തലേദിവസം 5000 കോപ്പി ചെതലെടുത്ത് പോയി. പിന്നെ കുറെ കപ്പലണ്ടിക്കാരും മീൻകാരും ഒക്കെ കൊണ്ടുപോയി. അതെ പാക്കര, പത്രം ഇവിടുന്ന് കൊണ്ടുപോയ പാത്രം പോരെ, പൈസ എങ്ങനെ എത്തിക്കാൻ നോക്കണം കേട്ടോ. ഒരു 4500 കോപ്പി വെറുതെ ഇരിപ്പുണ്ട്. അത് തൂക്കി വിറ്റിട്ടാണെങ്കിലും കാശ് അങ്ങോട്ട് കൊണ്ടാ തന്നേക്കാം. തന്നാ മതി. എന്തിനാണോ അറിയണത് സാറേ? ഇല്ല, ഹർത്താലാണല്ല. ഞാൻ പത്രം ഇടാൻ വേണ്ടി ചെന്നപ്പോ ഹർത്താലുകാരന്റെ കൈയും കാലൊക്കെ തല്ലി ഒടിച്ചു സാറേ. എടോ, തനിക്ക് വാ തുറന്ന് പറയാൻ പാടില്ലായിരുന്നോ? എന്തേ? ഹർത്താലിനും ബന്ദിനും പാലിനെയും പത്രത്തിനൊക്കെ ഒഴിവാക്കിയേക്കെന്ന് പറയാൻ പാടില്ലായിരുന്നോ? ഞാൻ പറഞ്ഞതാണ് സാറേ. അപ്പൊ അവര് പറഞ്ഞ് പാലും പത്രമൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്, പക്ഷെ പത്രക്കാരെ ഒഴിവാക്കിയിട്ടില്ലെന്ന് പറഞ്ഞാണ് സാറേ എന്റെ കൈയും കാലും തല്ലി ഒടിച്ചത്. ഒക്കണം ചവിട്ടിയാനെ എല്ലാം ഓടിച്ചോളി. അതുപോലും പറയാൻ പാടില്ലാണ്ട് വന്നേക്കണം സാറേ. ഞാൻ ഇവിടുത്തെ ആരാ? താനിവിടുത്തെ ആരാണ്? ഞാൻ ആരാ ഇവിടുത്തെ? താനിവിടുത്തെ പിയൂണാണേ. എത്ര കാലം കൊണ്ട് ഞാൻ ഇവിടെ ജോലി ചെയ്യുന്നു? താനിപ്പോ ഒരു 10-15 വർഷമായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നു. 15 വർഷമായിട്ട് ഞാൻ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. പട്ടിയെ പോലെ കിടന്ന് ഞാൻ പണിയെടുക്കുന്നുണ്ട്. ഇത്രയും കാലമായിട്ട് സാർ എനിക്കൊരു ശമ്പളം കൊടുത്തു തന്നിട്ടുണ്ടോ? ഇല്ല. എന്തെല്ലാം പണി ഞാൻ അവിടെ ചെയ്യുന്നുണ്ട്. സാറിന് ഈ ഓഫീസിലെ പണികൾ മൊത്തം നോക്കുന്നുണ്ട്, മിഷന്റെ പണി നോക്കുന്നുണ്ട്, സാറിന്റെ കുട്ടികളെ സ്കൂളിൽ വിടാൻ പോകുന്നുണ്ട്, ഭാര്യയ്ക്ക് സാരി കൊണ്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയും കാലമായിട്ട് എനിക്ക് 10 പൈസ സാർ എനിക്ക് കൂട്ടി തന്ന സാറ്. എനിക്ക് ഞാൻ മാസം 1000 രൂപ വെച്ച് തരുന്നില്ലേ? 1000 രൂപ ഇപ്പോഴത്തെ കാലത്ത് 1000 രൂപ കൊണ്ട് എന്തെങ്കിലും സാധിക്കോ സാർ? സാറ് പറ. തനിക്കിപ്പോ എന്താ വേണ്ടത്? എനിക്ക് ശമ്പളം കൂട്ടി കിട്ടണം. ശമ്പളം കൂട്ടി തന്നാ മതിയോ? മതി. ഇനി മുതൽ പിയൂണായ തനിക്ക് 3000 രൂപ ഞാൻ ശമ്പളം തരും. സന്തോഷമുണ്ട്. സന്തോഷമായല്ലോ? സന്തോഷമായി. ഹാപ്പിയാണ്. തൃപ്തിയായല്ലോ? ഇതിന്റെ ഒരു കാര്യം ശ്രദ്ധിക്കണം. 3 മാസം കൂടുമ്പോ 3000 രൂപ ഒന്ന് മേടിച്ചിട്ട് പോയിക്കോളണം. കൃത്യമായിട്ട് വന്നോളണം. ഓക്കെ. നാളത്തെ ആ പത്രത്തിൽ കൊടുക്കാനുള്ള ഇതൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഞാൻ എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട്. ആ ഫ്രണ്ട് വഴി കൊടുക്കണ്ട, ഒന്ന് വായിച്ചേ. വായിക്കും. പോണോത്തിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് വാഹനാപകടത്തിൽ പെട്ടു. ആ കാള രാത്രിയിൽ തന്നെ മരിച്ചു. ആ കാള പോണോത്തുകര പഞ്ചായത്ത് പ്രസിഡന്റ് വാഹനാപകടത്തിൽ പെട്ടു. ആ കാള രാത്രിയിൽ തന്നെ അന്തരിച്ചു. പ്ലാച്ചിമടയിലെ കോഴികൾ കൂവി കൊക്കോ കൊക്കോ കൊക്കോള. സാർ, ഞാൻ പ്രശസ്ത കവി കിടുമ്പനിട്ടു. കിടുമ്പനിട്ട് വന്നതിന്റെ ഉദ്ദേശം എന്താ സാർ? ഞാൻ കഴിഞ്ഞ മാസം അക്ഷരത്തെറ്റ എന്ന് പറഞ്ഞൊരു കവിതയും കൂടെ അയച്ചിരുന്നു. അത് താനാണ് അയച്ചത്? അതെ. അത് പ്രസിദ്ധീകരിച്ചിട്ടില്ല, അതൊന്നും അറിയാൻ വേണ്ടി വന്നത്. ആട്ടെ, എന്താ നിന്റെ കവിതയുടെ പേര്? അക്ഷരത്തെറ്റ്. ആ ഒറ്റ കാരണം കൊണ്ട് ഞാൻ ആ കവിത പ്രസിദ്ധീകരിച്ചില്ല. ഏത് കാരണം കൊണ്ട്? അക്ഷരത്തെറ്റ്. ആദ്യം നീ പോയി 2 അക്ഷരം പഠിക്കാൻ നോക്കടാ. എന്റെ പൊന്നു സാറേ, അങ്ങനെയാണ് ഞാൻ വേറൊരു കവിത അയച്ചു. അതിനെ പറ്റി ഒരു വിവരമില്ലല്ലോ. അത് വായിച്ചപ്പോഴേ എനിക്ക് മനസ്സിലായി നിനക്ക് ഒരു വിവരം ഇല്ലാന്ന്. പശുവേ കിളി പിടിച്ചു. ഇതെന്താ ഇത്? പശുവേ കിളി പിടിച്ചു. പശുവിനെ കിളി പിടിച്ചു എന്നോ? എന്റെ പുതിയ കവിതയുടെ പേരാണ് പശു വെകിളി പിടിച്ചു. പശു വെകിളി പിടിച്ചു. വാഗമരച്ചോട്ടിൽ നിന്നെയും കാത്തു ഞാൻ നിൽക്കേ. അരെ വാ. എന്നെ സാർ വിശേഷമൊക്കെ കേട്ടോ. കണ്ടു ഞാൻ നിൻ തന്തയുടെ തനി സ്വരൂപം. തന്തയ്ക്ക് വിളിക്കരുത്, ഇല്ലാത്തവരെ ഞാൻ വിളിക്കില്ല. വാടി വാടി. ആരെയാണോ നീ വാടിന്ന് വിളിക്കുന്നത്? വാടിക്കരിഞ്ഞു പോയോരൻ സ്വരങ്ങൾ. വാടിക്കരിഞ്ഞു. പൊട്ടിയോ? പൊട്ടി. വല്ലതും പൊട്ടിന്ന് വിളിക്കരുത്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഞാൻ പാടുന്നു. കൊന്നേ ആരെ കൊന്നിട്ടാണ് ഇങ്ങോട്ട് വന്നത്? കണിക്കൊന്നേ വിടര് വിടര്. അവിടെ നിന്നാ മതി മര്യാദ. ഈ കവിത എങ്കിലും ഇതില് ഈ പത്രത്തിൽ ഒന്ന് വെളിച്ചം കാണിക്കണം. ഇത് വെളിച്ചം കാണിച്ചാൽ മതി. വെളിച്ചം കാണിച്ചാൽ മതി. ഓക്കെ, സന്തോഷമായി. ഇത് പിടിച്ചേ, വെളിച്ചം കാണിച്ചു തരാട്ടാ. ഇതുവരെ വെളിച്ചം കണ്ടല്ല നിന്റെ ഒരു കവിത. ഇതുവരെ ഒരു കവിതയും വെളിച്ചം കണ്ടിട്ടില്ല. എന്നാ പിടിച്ചോ. എങ്ങനെ വെളിച്ചം കാണുന്നുണ്ടോ? ഞാൻ വെളിച്ചം ഇത്രയും വെളിച്ചമുണ്ടെന്ന് പറഞ്ഞാൽ ഞാനിത് വേറെ എങ്ങോട്ടെങ്കിലും കൊണ്ട് ദേശപാതി തന്നെയായിരുന്നു. സ്വാമിയെ ശരണമയ്യപ്പ. സന്തോഷമായി വരും. ഇങ്ങനെയുള്ളവന്മാർക്ക് ഇതൊരു പാഠമായിരിക്കട്ടെ. ഇയാളെന്തേ പേപ്പർ മൂക്കിന്റെ കരിഞ്ഞു പോതേ. എന്താണോ? എന്റെ പൊന്ന് സാറേ, നമ്മുടെ പേപ്പറിനകത്ത് പുതിയൊരു സോപ്പിന്റെ പരസ്യം വന്നിരിക്കുന്നു. അതിനെന്താ? എന്നാ മണമ ചോദിക്കും.
അയ്യോ ഇതെന്താ ഒരു മണമില്ലാത്ത soap? അതെന്നെ പന്ന ഇതൊക്കെ സോപ്പ്. എങ്ങനെ മാർക്കറ്റിലിറക്കി ആളുകൾ വാങ്ങിക്കും? അതെ അതെ പിന്നെ സാറേ ഞാൻ അപ്പം കിടന്ന് എറി പറയുന്നത് കേട്ടോ. ആര്? മിഷൻ ഓപ്പറേറ്റർ കിടന്ന് എറി പറഞ്ഞോണ്ടിരിക്കുക. മെഷീൻ ഓപ്പറേറ്റർ തെറിപെടാൻ എന്തിനാ? സാറേ മഷി തീർന്നു. മഷി ഇടണോ? ആ അച്ചടിക്കാൻ മഷി വേണം. ഓ ഇനിയിപ്പോ എത്ര പേപ്പർ അടിക്കാനുണ്ട്? ഒരു 50,000 കോപ്പികൾ ഉണ്ടെന്നാ പറഞ്ഞത്. 50,000 പേപ്പർ അച്ചടിക്കൽ കൈ അടിച്ചേക്കട്ടെ. എന്തിനാ സാറേ? കാണിക്ക്. ഉള്ള മഷി ഉണ്ട് അതുകൊണ്ട് അടിക്കാൻ പറ. അല്ല ഇതിപ്പോ ഉള്ളതുകൊണ്ട് അടിക്കാൻ പറയടോ. പറയാം മഷി കൊടുക്കട്ടെ. മഷി കൊടുക്കട്ടാ. പണി മുടങ്ങല്ലേ. പത്രം 50,000 അടിക്കാനുള്ളത്. ദേഹം മൊത്തം മഷി പറ്റി. ഓ സാരമില്ല, മഷി ചെയ്ത ആളേതാ തിരിച്ചറിയാൻ ഇച്ചിരി ബുദ്ധിമുട്ടേണ്ടി വരും. ആരാ മനസ്സിലായില്ല? ഞാൻ സ്ലേറ്റിൽ നിന്ന് വരുക. സ്ലേറ്റിൽ നിന്നോ? അല്ല സ്റ്റേറ്റിൽ നിന്ന്. ഓ സ്റ്റേറ്റിൽ നിന്ന് അമേരിക്ക. അമേരിക്കയിൽ നിന്ന് പറയണം. പറയൂ. എന്റെ അച്ഛൻ മരിച്ചുപോയി. ഓ ഒരു ന്യൂസ് കൊടുക്കണം. അതിനെന്താ കൊടുക്കാലോ. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറഞ്ഞോളൂ. ഡീറ്റെയിൽസ് എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട്. കൊണ്ടുവരൂ. പറഞ്ഞോട്ടാ. എഴുതിക്കോ. നിര്യാതനായി. എന്റെ അച്ഛൻ ജോർജ് ഫെർണാണ്ടസ് സ്റ്റിൽബെർഗ്. എങ്ങനെ? ജോർജ് ഫെർണാണ്ടസ് സ്റ്റിൽബെർഗ്. ശരിക്കും ഒറിജിനൽ പേരെന്താ? ഒറിജിനൽ പേര് കാടിക്കലത്തിൽ കറമ്പൻ. അതൊക്കെ ഇടാൻ പറ്റുമോ? കാടിക്കലത്തിൽ കറമ്പൻ. എഴുതിക്കോ. ഓക്കെ. പ്ലെയിൻ ഇടിച്ച് മരിച്ച വിവരം. സത്യത്തിൽ എങ്ങനെയാ മരിച്ചത്? പ്ലെയിൻ ആണോ ഇടിച്ചത്? സത്യം പറഞ്ഞ ചാണകക്കുഴി വീണ് മരിക്കുകയാണ്. എന്നിട്ടാണ് പ്ലെയിൻ ഇടിച്ചത്. ഞങ്ങളൊക്കെ അമേരിക്കയിലുണ്ട്, ഒരു വെയിറ്റ് വേണ്ടേ? ഓ മരിച്ച വിവരം നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. അച്ഛന്റെ ശവമടക്ക് വൻപിച്ച വിജയമാക്കി തീർക്കാൻ ബന്ധുക്കളും സുഹൃത്തുക്കളും കാറിൽ തന്നെ വന്ന് പങ്കെടുക്കുമെന്ന് അപേക്ഷിക്കുന്നു. അച്ഛന്റെ ശവമടക്കിന് ശേഷം കൊച്ചിൻ കൊച്ചാപ്പിയും സംഘവും അവതരിപ്പിക്കുന്ന മിമിക്സ് പരേഡും അതൊക്കെ ഉണ്ട്. ജൂനിയർ സിൽക്ക് സ്മിതയുടെ അടിപൊളി നൃത്തം ഉണ്ടായിരിക്കുന്നതാണ്. ഓ ശവമടക്കിന് ശേഷം പിന്നെ അടിപൊളി നൃത്തം മാത്രമല്ല ഗംഭീര കാര്യമരുന്ന് പ്രയോഗവും ഉണ്ടായിരിക്കും. അപ്പന്റെ ശവമടക്കിന് ശേഷം ആള് കൂടണ്ടേ? ഓ നിങ്ങളൊക്കെ അമേരിക്കയിലാണല്ലേ? കാശ് അടിച്ചു പൊളിക്കും. ഈ പരസ്യം വായിച്ചാലും ഇല്ലെങ്കിലും എല്ലാവരും വീട്ടിലെത്തണം എന്ന് മക്കൾ ആരൊക്കെയാ പറഞ്ഞുതരാം. ജോർജ് വാൽപ്പിനീസ് ലണ്ടൻ. ജോലി എഞ്ചിനീയർ. ശമ്പളം 1,00,000. 2 കാറ്. നാട്ടിൽ 10 ഏക്കർ റബ്ബർ. അതൊക്കെ ഉണ്ട്. എഴുതി. രണ്ടാമത്തെ മകൻ ജെയിംസ് ബോണ്ട് കാപ്രിയോ. വീട്ടിൽ വിളിക്കുന്ന കുഞ്ഞാപ്പി. അത് വേണ്ട കേട്ടോ. വേണ്ട. ജോലി ഡോക്ടർ. ശമ്പളം 3,00,000 രൂപ. 3,00,000. 10 നില ഫ്ലാറ്റ്. ഭാര്യമാരായി 3 മദാമ്മമാരാ. ഓ 3 മദാമ്മമാർ. എന്നാ വെയിറ്റ് ചെയ്യുന്ന അവിടെ. ഓക്കെ. പിന്നെ മൂന്നാമത്തെ മകൾ എലിസബത്ത് സർബത്ത്. ഡിക്രൂസ്. ജോലി നൈറ്റ് ഡ്യൂട്ടി. ആർക്കും അറിയത്തില്ല എന്നാ ജോലിയാണെന്നൊന്നും. വരുമാനം 3,00,000-നും 5,00,000-നും ഇടയ്ക്ക്. 3,00,000-നും 5,00,000-നും നാട്ടിൽ ഒരു 5-നക്ഷത്ര ഹോട്ടൽ. ഭർത്താക്കന്മാർ സ്ഥിരമല്ല, മാറി വരും. ഓ അങ്ങനെയാണല്ലേ? ഭയങ്കര കാശ. ഓക്കെ. പിന്നെ ഈ അപ്പന്റെ ഫോട്ടോ ഉണ്ടോ കയ്യിൽ? ഫോട്ടോ ഉണ്ടല്ലേ? ഗ്രൂപ്പാ. ശരി. എടാ ഇത് നിങ്ങളുടെ വീട്ടുകാരുടെ കുടുംബക്കാരുടെ ഫോട്ടോ വെക്കണം. അപ്പന്റെ ഫോട്ടോ അല്ലേ വെക്കണ്ട? അപ്പന്റെ ഫോട്ടോ ഒന്നും വിടണ്ട. എന്താ? ചാണകക്കുഴി വീണ് പോലിച്ച് അപ്പന്റെ ഫോട്ടോ ഇട്ടാലേ വെയിറ്റ് പോകും. അപ്പന്റെ മുഖം അറിയാം. അതെങ്ങനെ അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോട്ടോ ഇട്ടിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? ഒരു കാര്യം ചെയ്യും. ഇവിടെ നല്ല ഗ്ലാമറുള്ള ആരുടെയെങ്കിലും ഫോട്ടോ ഉണ്ടെങ്കിൽ സാർ എടുത്തിട്ടു. അതിന്റെ പൈസ ഞാൻ വേറെ. ഓക്കെ എന്നാ. അമേരിക്കക്ക് വരാൻ താല്പര്യമുണ്ടോ? ഒരു വാർത്ത കൊടുക്കണം സാർ. അയ്യോ അതിനാണ് കാരണം. എന്താ പറ്റിയത്? ചരമ വാർത്തയാ. പോട്ടെ ചരമ വാർത്തയാണല്ലേ? കൊടുക്കാം. ആരാ മരിച്ചു പോയത്? എന്റെ ഭർത്താവ് മരിച്ചു അല്ലേ? ഓക്കെ എഴുതിക്കോളാം. തുണി നനച്ചുകൊണ്ടിരുന്ന എന്റെ ഭർത്താവ് ശങ്കരൻ അലക്കുകല്ല് ചങ്കത്ത് വീണ് ചങ്ക് പൊട്ടി മരിച്ചു. പോട്ടെ കരയല്ലേ. അലക്കുകല്ല് ചങ്കത്ത് വീണ് ചങ്ക് പൊട്ടി മരിച്ചു. ഈ മരണവാർത്ത ബന്ധുക്കളെ എല്ലാ മിത്രങ്ങളെയും അറിയിച്ചു കൊള്ളുന്നു. കണ്ണീരോടെ ഭാര്യ സുലോചന. 24 വയസ്സ്. നല്ല വെളുത്ത നിറം. നല്ല ഉയരം. സുന്ദരിയും സുസ്മേര ദൃഷ്ടഗോത്രകിയും. ചുറുചുറുക്കുള്ള
ആൺകുട്ടികളിൽ നിന്നും വിവാഹാലോചന ക്ഷണിക്കുന്നു. സാറിന് താല്പര്യമുണ്ടെങ്കിൽ നമ്പർ തരാം കേട്ടോ. ആ നമ്പർ ഒന്ന് തന്നേരം എന്തായാലും 325 8010 അല്ലേ? ഓക്കെ, വിളിക്കണം കേട്ടോ. ഭർത്താവ് എങ്ങനെയാ പരിചയം പറഞ്ഞേ? ചങ്കത്ത് അലക്കല്ല് വീണു. അലക്കല്ലേ? എന്റെ ചങ്കത്ത് അമ്മിക്കല്ല് വീഴ്ത്തി കൊല്ലാനുള്ള പരിപാടിയല്ലേ? മറക്കില്ല. എന്റെ ദൈവമേ, ഇതുപോലെ ഓരോ ചരമവാർത്ത വന്നിരുന്നെങ്കിൽ സമയം പോയാലേ. സാറേ ഇപ്പൊ പോയ ആ ചേച്ചി അടിപൊളിയാ. അടിപൊളിയാണ്. തനിക്ക് എങ്ങനെ മനസ്സിലായ? ഒരു അടി വന്നിട്ട് ഇവിടെ പൊളിഞ്ഞു പോയി. ഇവിടെ വാർത്ത ഉണ്ടാക്കാൻ റിപ്പോർട്ടർ എന്ന് പറഞ്ഞ ഒരുത്തിനെ ഇവിടെ ഞാൻ നിയമിച്ചിട്ടില്ലേ? ഇവിടെ ഉണ്ടായിരുന്നല്ലോ ഇവിടെ സാറ് ആറ് വിളിക്കുന്നു, തെണ്ടി വിളിക്കുന്നു. എടോ, തന്നോട് പത്രത്തിൽ പൊടിക്കൈ എന്ന് പറഞ്ഞൊരു പങ്ക്തി എഴുതാൻ പറ്റും. താൻ പൊടിക്കൈ വല്ലതും എഴുതിയിട്ട്? അത് അപ്പുറത്തിരുന്ന് പൊടിക്കൈ എഴുതിക്കൊണ്ടുവല്ലേ. എന്താ താൻ പൊടിക്കൈ എഴുതിയെന്താ? പൊടിക്കൈ അടിപൊളി പൊടിക്കൈയാ. എഴുതിയെടുത്തോ. പറഞ്ഞു. മുട്ട തറയിൽ വീണ് പൊട്ടാതിരിക്കാനുള്ള പൊടിക്കൈ. മുട്ട തറയിൽ വീണ് പൊട്ടാതിരിക്കാൻ. കൊള്ളാം, നല്ല ഐഡിയ. നമ്മുടെ വീട്ടിലൊക്കെ മുട്ടയൊക്കെ തറയിൽ വീണ് പൊട്ടി പോവാണ്. അതിനുള്ള പൊടിക്കൈ അതുകൊണ്ട് മുട്ട തറയിൽ വീണ് പൊട്ടി പോകാതിരിക്കാൻ അടുക്കളയുടെ തറയിൽ 8 ഇഞ്ച് കനത്തിൽ സ്പോഞ്ച് വിരിക്കുക. പൊടിക്കൈ. അടുക്കള മൊത്തം 8 ഇഞ്ച് കണത്തിന് സ്പോഞ്ച് വിരിക്കുക. തറ വീണ് പൊട്ടില്ല. പൊടിക്കൈ. വേറെ വല്ല പൊടിക്കൈ? അടിപൊളി പൊടിക്കൈ ഉണ്ട്. ഉള്ളി അരിയുമ്പോൾ കണ്ണിൽ നിന്നും വെള്ളം വരാതിരിക്കാനുള്ള പൊടിക്കൈ. അത് കൊള്ളാം. സാധാരണ പെണ്ണുങ്ങളുടെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരുവാണ്. ഉള്ളി അരിയുമ്പോൾ വെള്ളം വരാതിരിക്കാൻ എന്ത് ചെയ്യണം? വരാതിരിക്കാൻ വേണ്ടി വല്ല ബീട്രൂട്ടാ, ക്യാരറ്റാ, ബീൻസാ, തക്കാളിയാ ഇതൊക്കെ എടുത്ത് വെച്ചരിയണം. പൊടിക്കൈ. ഇതും പൊടിക്കൈ. പിന്നെ അടുത്ത നല്ല അടിപൊളി പൊടിക്കൈ. ബിരിയാണിക്ക് രുചി കൂടാനുള്ള പൊടിക്കൈ. അത് വേണം. പല വീടുകളിലും ബിരിയാണിക്ക് ഞാനാ സാറാ ബിരിയാണി ഉണ്ടാക്കി രുചി കൂടണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അപ്പൊ ബിരിയാണിക്ക് രുചി കൂടാനുള്ള പൊടിക്കൈ. അത് പറഞ്ഞേ. അതായത് ബിരിയാണി ഉണ്ടാക്കാൻ അറിയാവുന്ന ആരെങ്കിലും കൊണ്ട് ഉണ്ടാക്കിപ്പിച്ചിട്ട് നമ്മൾ വല്ല കസേരയിട്ട് മാറിയിരിക്കണം. പൊടിക്കൈ. ഇതാണ് പൊടിക്കൈ. ഇവിടെ ഒരുത്തിന് ഇവിടുന്ന് ഫോട്ടോ എടുക്കാനാന്ന് പറഞ്ഞ് ഡെയിലി പൈസ മേടിച്ചിട്ട് പോകണ്ടല്ലോ. അവനെവിടെ? ഇവിടെ എങ്ങനെ വിളിച്ചു? ഇങ്ങോട്ട് വേടോ. അയാളുടെ ഒരു മീശ, ഒരു തലയും. ഇത്രയും നാൾ താൻ ഈ പത്രത്തിൽ റിപ്പോർട്ടറും അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫറൊക്കെ ആയിട്ട് വർക്ക് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ഫോട്ടോ താൻ മര്യാദയ്ക്ക് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടോ? കഴിഞ്ഞ ന്യൂ ഇയറിന്റെ അന്ന് ഉദയസൂര്യന്റെ ഒരു ഫോട്ടോ എടുത്തുകൊണ്ട് വരാൻ വേണ്ടി താൻ എടുത്തുകൊണ്ട് വന്നോളൂ. ഞാൻ എടുത്തോണ്ട് വന്നല്ല. എന്താ എടുത്തോണ്ട്? അസലായിട്ട് എടുത്തോണ്ട് വന്നല്ല. ഞാൻ അവിടെ രാവിലെ എന്നപ്പോഴേക്കും സൂര്യനെ കുതിച്ചു പോയി കഴിഞ്ഞു. എന്നിട്ട് പിന്നെ അടുത്തുള്ള ഒരു തട്ടുകട കയറി ഒരു ബുൾസൈ മേടിച്ചിട്ട് അതിന്റെ ഫോട്ടോ എടുത്ത്. എന്തായാലും സൂര്യൻ കുതിച്ച ഒരു ഫോട്ടോ കണ്ടപ്പോ ഒരു സാറിന് നാളെ രാവിലെ അടിപൊളി വാർത്തയുമായിട്ട് നമ്മുടെ പത്രം പുറത്തിറങ്ങണം, കേട്ടല്ലോ? ഇപ്പൊ വാർത്ത കൊണ്ടുവരാൻ പറഞ്ഞു പോയതാ. മണിക്കൂർ 4 ഇവന്മാരിത് എവിടെ പോയി കിടക്കുകയാണ്? എന്റെ ദൈവമേ, അവർക്ക് എന്താ കിട്ടിയെന്ന് പറഞ്ഞ് വരുന്നുണ്ട്. അടിപൊളി വാർത്തയുണ്ട്. എന്താണോ സാറേ, ഞങ്ങൾ ഈ സുനാമിനെ കുറിച്ച് അറിയാൻ വേണ്ടി നമ്മുടെ കടപ്പുറത്ത് ചെന്ന് അവിടത്ത് കിട്ടി ഞങ്ങൾക്ക് ഒരു കുടം കിട്ടിയിട്ടുണ്ട്. അപ്പൊ എഴുതാം. കള്ളിൻ കുടത്തിനുമുണ്ട് കാതരയുടെ കഥ പറയാ. ഇത് കള്ളും കൂടെ ഒന്നുമല്ല. പിന്നെ ഇത് കണ്ടിട്ട് എനിക്ക് തോന്നണത് ഇത് എന്തോ നിധിയാണെന്നാണ് ഈ കുടത്തിൽ. ഇതാ? അയ്യോ, എന്താ തുറന്നേടോ. ദൈവമേ, നിധി കിട്ടിയ ഈ പത്രം നമ്മൾ അടിച്ചു പൊളിക്കും. തുറക്കണോ? അല്ല, ആരാ മനസ്സിലായില്ല? ആലംബന. ഇത് മനസ്സിലായില്ല. ആരാണെന്നാ ചോദിച്ചത്? ഞാൻ ഭൂതമാണ്. ഞാൻ ഭൂതാണെന്ന്. അമ്മച്ചാണ്, ഞാൻ ഭൂതാണ്. ശരി, അമ്മമാരെ എന്ത് പറഞ്ഞ വിശ്വസിപ്പേടാ? ഞാൻ ഭൂതം. അമ്മച്ചാണ്, ഞാൻ ഭൂതാണെന്ന്. ആന്ന് ഒന്ന് സമ്മതിക്കണേ, ഞാൻ ഭൂതമാണാ. എന്നെ സംഭവം എന്നാ? ഞാൻ നൂറ്റാണ്ടുകളായി ഈ കുടത്തിനുള്ളിൽ ആവാഹിക്കപ്പെട്ടിരിക്കുകയായിരുന്നു. നൂറ്റാണ്ടുകളായി കുടത്തിൽ അതെ, നിങ്ങൾ 4 പേരും ചേർന്നാണ് എന്നെ മോചിപ്പിച്ചത്. എന്റെ കയ്യിൽ 4 വരങ്ങളുണ്ട്. നിങ്ങൾ എന്ത് വരം ചോദിച്ചാലും അത് ഞാൻ തരാൻ തയ്യാറാണ്. പറയൂ, നിങ്ങൾക്ക് എന്ത് വരമാണ് വേണ്ടത്? 4 വരം ചോദിച്ചാൽ കിട്ടുവാ? ഉറപ്പായിട്ടും കിട്ടുമല്ലോ. ഉറപ്പാണ്. 5ാമതൊന്ന് ചോദിച്ചാൽ കിട്ടുവാ? ഇല്ല. ഉറപ്പല്ലേ? ഉറപ്പാണ്. എന്നാ എന്റെ ഭൂതമേ, ഈ മെനകെട്ടവന്റെ വൃത്തികെട്ട പത്രത്തിൽ കിടന്ന് നാള് കുറെ ആയി ഞാൻ അറിയിക്കാൻ തുടങ്ങിയിട്ട്. എന്നെ എത്രയും പെട്ടെന്ന് സ്വിറ്റ്സർലാൻഡിലേക്ക് അയക്കാൻ എന്റെ ഭൂതമേ. എന്റെ ആഗ്രഹം പോലെ നീ സ്വിറ്റ്സർലാൻഡിലേക്ക് പോകട്ടെ. ജിം ഭൂം ഭാ. കണ്ടോ, അവന്റെ ആഗ്രഹം പോലെ അവൻ സ്വിറ്റ്സർലൻഡിലേക്ക് പോയി കഴിഞ്ഞു. ഇനി 3 വരങ്ങളാണുള്ളത്. പറയൂ. എനിക്ക് വേണം വരം. പറയൂ. അതെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ മെനകെട്ടവന്റെ കൂടെ 15 വർഷമായി ഞാൻ ഫോട്ടോഗ്രാഫറായിട്ട് ജോലി നോക്കണത്. 10
പൈസ ഇവൻ ഇന്നേ വരെ കൃത്യമായിട്ട് ശമ്പളം തന്നിട്ടില്ല. തല്ല് മാത്രമേ എനിക്ക് കൊണ്ടിട്ടുള്ളൂ. അതിന്റെ പേരിൽ എന്നെ വല്ല പാരീസിലോ ലണ്ടനിലോട്ടോ പറഞ്ഞയക്കണമെങ്കിൽ ഞാൻ അവിടെ കൊച്ചു കൊച്ചു പടങ്ങളൊക്കെ എടുത്ത് ജീവിച്ചോളാം. എന്റെ ഭൂതമേ, എന്നെ അങ്ങോട്ടൊന്ന് പറഞ്ഞയച്ചാൽ മതി. ശരി, നിന്റെ ആഗ്രഹം പോലെ നീ പാരീസിലേക്കോ ലണ്ടനിലേക്കോ പോകട്ടെ. ജിം ഭൂം ഫാ. അങ്ങനെ ഫോട്ടോഗ്രാഫർ രക്ഷപ്പെട്ടു. ഭൂതമേ, ഇനി 2 വരല്ലേ ഉള്ളൂ? 2 വരങ്ങൾ. ഞാനൊരു വരം ചോദിക്കാൻ പോവാ. എനിക്കും രക്ഷപ്പെടണം. ഭൂതമേ, ഞാൻ ഈ കാലപാടിന്റെ ഓഫീസിൽ വന്നിട്ട് 15 കൊല്ലമായി. ഇവന്റെ വീട്ടിൽ കയറി തുണി അലക്കുകയും ഭാര്യയ്ക്ക് സാരി മേടിച്ചു കൊടുക്കുകയും ഞാൻ കഷ്ടപ്പെട്ട എനിക്ക് വയ്യ. എന്റെ പൊന്നു ഭൂതമേ, എന്നെ ന്യൂസിലാൻഡിൽ വിടണം. ഞാൻ വല്ല ന്യൂസ് പേപ്പർ ബോയ് ആയിട്ട് അവിടെ കഴിഞ്ഞോളാം, പ്ലീസ്. ശരി, നിന്റെ ആഗ്രഹം പോലെ നീ ന്യൂസിലാൻഡിൽ ന്യൂസ് പേപ്പർ ബോയ് ആയി വാഴട്ടെ. ജിം ഭൂം ഫാ. എല്ലാവരും പോയല്ലേ? അവരെ 3 പേരും പറഞ്ഞു വിട്ടല്ലേ? അതെ, പറഞ്ഞു വിട്ടു. ഇനി ഒരു വരം കൂടി. ഇനി ഒരേ ഒരു വരമേ ഉള്ളൂ. അത് നിനക്കുള്ളതാണ്. പറയൂ, നിനക്ക് എന്ത് വരമാണ് വേണ്ടത്? വരമായാലും കരയായാലും വേണ്ടില്ല. ദേ, നാളെ രാവിലെ എനിക്ക് പത്രം എടുക്കണം. ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടാ 3 എണ്ണത്തിന് എനിക്ക് ഇപ്പൊ ഇവിടെ കൊണ്ടു തന്നെ. ശരി, നിന്റെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ. ജിംബാനക്കിടി ജിനിക്കിത്ത. പഴയ പഴം അവിടെ മൊത്തം ആള് വെക്കുവാണ്. പഴയ പഴം. പഴക്കാരാ, ഒരു പഴം തരൂ. ഇതെന്ത് പഴം ഇത്? അതാണ് ആഷിക് ബനാന. ആഷിക് ബനാന? അതെന്ത് പഴം? ഇത് ഇംഗ്ലീഷ് പൂവനാണത്. ഇംഗ്ലീഷ് പൂവനാ? അതാണ് ആഷിക് ബനാന? അതെ അതെ. എന്റെ ദൈവം, പഴത്തിന്റെ ഒക്കെ ഓരോരോ പേര്. ആഷിക് ബനാന നല്ലതല്ലേ? പണ്ട് ലഡാക്കിലായിരുന്നപ്പോ. എവിടെ? ലഡാക്ക്. യുദ്ധത്തിന് പോകുമ്പോ ഞാൻ എന്നും രാവിലെ പഴം കഴിച്ചിട്ട്. അവിടെ ആഷിക് ബനാനയൊക്കെ കിട്ടുമോ? ഇഷ്ടം പോലെ. സാറേ, അതെ, ഈ പയ്യനും കൊടുക്കാൻ വളർന്നു. അവന് വിശപ്പില്ല. പയ്യന് വിശപ്പില്ല. അവന്റെ മുഖം നോക്കി ഒരു സാധനം കഴിക്കില്ല, വിശപ്പില്ല. പക്ഷെ അങ്ങനെയല്ല, അവന്റെ മുഖം കണ്ട 2 ദിവസമായി എന്താണ്ട്. എടോ, ഞാൻ എന്ത് മേടിച്ചു കൊടുത്താലും അവൻ കഴിക്കില്ല. സാർ അങ്ങനെ പറയില്ല. അവനോടൊന്ന് ചോദിച്ചു നോക്കിയാ അവന് കഴിക്കില്ല. ഞാനല്ലേ പറഞ്ഞു, വിശപ്പില്ല അവന്. അവന്റെ മുഖം കണ്ടിട്ട് വിശപ്പുണ്ടെന്നാണല്ലോ. വിശപ്പുണ്ടെന്നാ? അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത്? സാറൊന്ന് ചോദിച്ചു നോക്കി. അവന് വിശപ്പില്ല. ഞാൻ പറഞ്ഞു അവന് വിശപ്പുണ്ട്. സാറൊന്ന് ചോദിച്ചു നോക്കി. ചോദിച്ചു നോക്കണം. ചോദിച്ചു നോക്ക്. വിശപ്പുണ്ടോ? ചോദിച്ചു നോക്ക്. പഴം വേണോടാ? നിനക്ക് പഴം ഞാൻ പറഞ്ഞില്ല, വിശപ്പില്ലെന്ന്. ഒരു സാധനം കഴിക്കൂല. എന്ത് മേടിച്ചു കൊടുത്താലും വേണ്ടെന്ന് പറയുള്ളൂ. പൈസ എത്രയായി? പൈസ വേണ്ട. ജോഷി 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 ഒരു കാപ്പി തരൂ. ജോഷി. ഓഹോ, ജോഷി, എന്റെ സ്വന്തം ജോഷി. ജോഷി എത്രയായി? ജോഷി 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 ജോഷിയോ? ജീവനം കൊണ്ട് ഓടിക്കോ. എന്താണോ? ട്രെയിനകത്തൊരു ജീവി. ട്രെയിനകത്തൊരു ഭീകര ജീവി എന്നെ ഇട്ടുണ്ട് ഓടിച്ചത്. ഇപ്പൊ ഒരുത്തരം പിടിച്ചോണ്ട് വന്നിട്ടുണ്ട്. ഇതോടെ പേടിക്കേണ്ട പ്രശ്നമില്ല, പേടിക്കേണ്ട കാര്യമില്ല. ഇവിടെ ഇതുപോലെ ജീവികളെ എത്ര ഞാൻ കണ്ടിരിക്കുന്നു. പണ്ട് ലഡാക്കിലായിരുന്നപ്പോ ഞാൻ ഇതുപോലെ ഒരു ജീവിയെ കൈയോടെ പിടികൂടിയതല്ലേ. ഇതൊക്കെ ഞാൻ ശരിയാക്കി തരാം, നിങ്ങൾ പേടിക്കായിരുന്നു മതി. എടോ, നമ്മൾ കാണിക്കുന്നത് പോലെ തന്നെ കാണിക്കും ഈ വക ജീവികള്. നോക്കി നോക്കി ഒരു ട്രിക്ക് ഞാൻ പ്രയോഗിച്ചു തരാം. നിങ്ങൾ ശബ്ദം ഉണ്ടാക്കാൻ ഞാൻ ശരിയാക്കി തരാം. ഇനിയാണ് ട്രിക്ക് പ്രയോഗിക്കാൻ പോണത്. ഞാൻ കീഴ്പ്പെടുത്തി തരാം, പേടിക്കണ്ട. ആ പഴക്കാരൻ ഇവിടെ, പഴക്കാരൻ ഒരു 2 പഴം തന്നേ. ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. കണ്ടാ? ഇങ്ങനെ നോക്കാം.
ഇനിയാണ് ട്രിക്ക് പ്രയോഗിക്കാൻ പോണത്. ഇനിയാണ് ബുദ്ധി പ്രയോഗിക്കാൻ പോണത്. ഇത് നോക്കൂ. ടോക്ക് ടോക്ക്. എന്ത് മണ്ടത്തോട് കാണിക്കണത്? ഇങ്ങനെ വെടിവെച്ച സാറ് ചത്തുപോകൂലേ? എടാ പൊട്ട, അതാണ് പറഞ്ഞ ബുദ്ധി വേണോന്ന്. എന്റെ കയ്യിലിരിക്കുന്നത് കളിത്തോക്കാ. ഓ കളിത്തോക്ക്. അവന്റെ കയ്യിലിരിക്കുന്നത് ഒറിജിനല്. ഞാൻ റെഡി 1 2 3 എന്ന് പറഞ്ഞിട്ട് ഇത് ഞെക്കുമ്പോ ഇത് പൊട്ടൂല, അത് പൊട്ടു. ആ പാവം പൊട്ടി ചത്തുപോകും. നോക്കോ നോക്കോ, ബുദ്ധി നോക്കോ, ബുദ്ധി നോക്കോ. റെഡി 1 2 3. മന്ത്രിമാളികയിൽ മാധവൻ മകൻ ഷൈമോൻ ഹാജരുണ്ടോ? 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 ഹാജരുണ്ട്. അയാൾ ഇങ്ങോട്ട് നടന്നു വരുമ്പോഴേക്കും നേരം വെളുക്കും. പിടിച്ചോണ്ട് പാടോ അയാളെ. ചാകാറായി കേളവൻ. യുവർ ഓണർ. യെസ്, ഐ ആം യുവർ ഹൗസ് ഓണർ. ഈ മാസത്തെ വീടിന്റെ വാടക തരാന്ന് പറഞ്ഞില്ലേ? നിങ്ങളാണോ മാധവൻ മകൻ ഷൈൻമോൻ? അതെ. നിങ്ങൾ എറണാകുളം സെന്റ് തെരേസാസ് കോളേജിന് മുൻപിൽ വെച്ച് ലില്ലി, പൗളി, ഗൗളി, അല്ലി എന്നീ പെൺകുട്ടികളെ കമന്റ് അടിക്കുകയും സൈറ്റ് അടിക്കുകയും സിനിമയ്ക്ക് കൊണ്ടുപോകാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു എന്നാണ് നിങ്ങളുടെ പേരിലുള്ള കുറ്റം. അത് സത്യമാണോ? സത്യമാണ്. 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 ഈ ലില്ലി, പൗളി, ഗൗളി, അല്ലി എന്നീ പെൺകുട്ടികളെ കമന്റ് അടിച്ചു സിനിമയ്ക്ക് കൊണ്ടുപോയി എന്നൊക്കെ പറയുന്നത് സത്യമാണ്? സത്യമാണ്. നിഷേധിക്കുന്നില്ല? നിഷേധിക്കുന്നില്ല. നിങ്ങൾക്ക് എത്ര വയസ്സുണ്ട്? 96 വയസ്സുണ്ട്. 96 വയസ്സുണ്ട്. എടോ, തനിക്ക് നാണാവൂല? തന്റെ മക്കളുടെ 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 പ്രായം ഈ പെൺപിള്ളേരുടെ പുറകെ നടന്ന് സൈറ്റ് അടിച്ച് പെണ്ണുകളെ സിനിമയ്ക്ക് കൊണ്ടുപോകാനായിട്ട്. യുവർ ഓണർ. യെസ്, ഐ ആം യുവർ ഹൗസ് ഓണർ. ഈ മാസത്തെ വാട്ടർ ബില്ല് തരാന്നു. അപ്പോ ഏതായാലും പെൺകുട്ടികളെ കമന്റ് അടിച്ചു സിനിമയ്ക്ക് കൊണ്ടുപോകാൻ പ്രേരിപ്പിച്ചു എന്നീ വിഭാഗങ്ങളിൽ പ്രതി കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ IPC 8579/KL7X 3537 സെക്ഷൻ വകുപ്പ് പ്രകാരം പ്രതി കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പ്രതിക്ക് പരമാവധി ശിക്ഷ കൊടുക്കണമേ എന്ന് കോടതിക്ക് മുമ്പാകെ വിനീതമായി ഞാൻ അഭ്യർത്ഥിച്ചുകൊള്ളുകയാണ്. വിധി പറയുന്നതിന് മുമ്പായി പ്രതിയായ മന്ത്രിമാളികയിൽ ഷൈൻകുമാറിനെ കോടതിയോട് വല്ലതും ബോധിപ്പിക്കാനുണ്ടോ? ബോധിപ്പിക്കാനുണ്ട്. എന്നാ ബോധിപ്പിക്ക. എന്റെ 16ാമത്തെ വയസ്സിൽ ഞാൻ സെന്റ് തെരേസാസ് കോളേജിന്റെ മുമ്പിൽ വെച്ച് ഈ പെൺപിള്ളേരെ കമന്റ് അടിച്ചതാ. ഞാനിട്ട് ചാവണമില്ല, ഈ കേസിട്ട് തീരണമില്ലല്ലോ കർത്താവേ. കിട്ടിയ കാശുമായി വീട്ടിലെത്തിയ നാദൂറാം തന്റെ ഭാര്യയെ വിളിച്ചു. വിളി കേട്ട മാത്രയിൽ നാദൂറാമിന്റെ ഭാര്യ ഓടിയെത്തി. നാദൂറാം തന്റെ പൈസ ഭാര്യയെ ഏൽപ്പിച്ചു. നാദൂറാമിന് തന്റെ ഭാര്യയോട് ഭയങ്കര സ്നേഹമായിരുന്നു. ആ സ്നേഹം വൈകുന്നേരങ്ങളിൽ ഭാര്യയോട് പ്രകടിപ്പിക്കുമായിരുന്നു. നാദൂറാമിനെ ജീവനെ പോലെ സ്നേഹിക്കുന്ന ഭാര്യ സ്നേഹം ഇരട്ടിയായി തിരിച്ചു കൊടുക്കുമായിരുന്നു. നിലത്ത് വീണ് കിടന്ന നാദൂറാം ഇങ്ങനെ പറഞ്ഞു. ഈ സ്നേഹപ്രകടനങ്ങൾക്കിടയിൽ എപ്പോഴാണെന്നറിയില്ല ദൈവം നാദൂറാമിന് ഒരു സ്കൂൾ തുടങ്ങാൻ പാകത്തിന് സന്താനങ്ങളെ നൽകി. ഇത് കണ്ട നാദൂറാം ദൈവത്തിനോട് റിട്ടേൺ ചോദിച്ചു. നാദൂറാം തന്റെ കുട്ടികളെ പഠിപ്പിക്കുവാനായി സർക്കാർ സ്കൂളിൽ കൊണ്ടുചെന്നു. കുട്ടികളില്ലാതെ അടച്ചുപൂട്ടൽ ഭീഷണി നേരിടുന്ന സർക്കാർ സ്കൂളിലെ അധ്യാപകർ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. സന്തോഷം സഹിക്ക വയ്യാതെ അധ്യാപകർ ഒറ്റ സ്വരത്തിൽ ഒരുമിച്ച് പറഞ്ഞു. ഈ സമയത്താണ് ആ ഗ്രാമത്തിൽ ടെലിവിഷൻ വ്യാപകമായത്. അയൽ വീടുകളിൽ നിന്നും ടെലിവിഷനെ കുറിച്ചറിഞ്ഞ നാദൂറാമിന്റെ ഭാര്യയും മക്കളും തങ്ങളുടെ ആഗ്രഹം നാദൂറാമിനോട് പറഞ്ഞു.
അപ്പോൾ നാഥുറാം പറഞ്ഞു, ഇതു കേട്ട ഭാര്യയും മക്കളും നിരാഹാരമിരുന്നു. നാഥുറാം പുറംതിരിഞ്ഞിരുന്നു. ഭാര്യയുടെയും മക്കളുടെയും ഭാവം മാറി. അവസാനം നാഥുറാമിന്റെ തീരുമാനവും. പ്രസവിക്കാറായ 3 മച്ചിപ്പശുക്കളെ വിറ്റ് നാഥുറാം TV വാങ്ങി. സന്തോഷം കൊണ്ട് തുള്ളിച്ചാടിയ മക്കളും ഭാര്യയും നാഥുറാമിനെ എടുത്തുയർത്തി. കുടുംബത്തിന്റെ സന്തോഷത്തിൽ അദ്ദേഹവും പങ്കുചേർന്നു. നിങ്ങളില്ലാതെ ഈ സന്തോഷത്തിന് അധികം ആയുസ്സുണ്ടായിരുന്നില്ല. ടെലിവിഷന്റെ ആഗമനം നാഥുറാമിന്റെ കുടുംബത്തിന്റെ ദിനചര്യകളെ മാറ്റിമറിച്ചു. നാഥുറാമിന്റെ ഭാര്യയ്ക്ക് കണ്ണീർ പരമ്പരകൾ കാണുന്നത് ഒരു ഹരമായി. അമ്മേ, ഞാൻ ആ തെറ്റ് ചെയ്തിട്ടില്ല, എന്നെ ഒന്നും ചെയ്യരുത്, എന്നെ ഇങ്ങനെ ക്രൂശിക്കരുത്, എന്നെ ഇങ്ങനെ ക്രൂശിക്കരുത് പ്ലീസ്. കുട്ടികൾക്കാണെങ്കിലോ ഫാഷൻ ചാനലും. ഫാഷൻ ചാനലുകൾ സ്ഥിരമായി കണ്ടു തുടങ്ങിയ കുട്ടികളെ വസ്ത്രങ്ങൾ ഇടിയിക്കാൻ നാഥുറാം നന്നേ പാടുപെട്ടു. പതിവ് പോലെ ഉറക്കമുണർന്ന നാഥുറാം കോട്ടുവായിട്ടു. ഇത് കണ്ട ഭാര്യ മൂക്കുപൊത്തിക്കൊണ്ട് പറഞ്ഞു, അപ്പോഴാണ് നാഥുറാം ചിന്തിച്ചത്, താൻ എത്ര ദിവസമായി പല്ല് തേച്ചിട്ട്. ഉമികരിച്ച പൊടിയുമായി പല്ല് തേക്കാൻ ഒരുങ്ങിയപ്പോഴാണ് നാഥുറാം ടിവിയിലെ പരസ്യം ശ്രദ്ധിച്ചത്. ഇനിയും നിങ്ങൾ ക്ലോസപ്പ് വാങ്ങിയില്ലേ, ക്ലോസപ്പ് വാങ്ങിയില്ലേ, പല്ലിന് മൂടി കൂട്ടാൻ ക്ലോസപ്പ് ടൂത്ത് പേസ്റ്റുകൾ. പല്ല് തേച്ച് കുളിച്ചൊരുങ്ങിയ നാഥുറാം തന്റെ കച്ചത്തോർ തുടുത്ത് പുറത്തിറങ്ങാൻ ഒരുങ്ങുമ്പോൾ നാഥുറാമിന്റെ ഭാര്യ പറഞ്ഞു, നാഥുറാം ചിന്തിച്ചു. അങ്ങനെ നാഥുറാം മോഡേനായി. അദ്ദേഹത്തിന് തന്നെക്കുറിച്ച് അഭിമാനം തോന്നി. നാഥുറാം തന്റെ കൈക്കോട്ട് കയ്യിലെടുത്തു. ഇത് കണ്ട നാഥുറാമിന്റെ ഭാര്യ ഞെട്ടി. എന്ത്, സൂട്ടിട്ട കയ്യിലെ കൈക്കോട്ടോ? അവർ ആ കൈക്കോട്ട് പിടിച്ചു വാങ്ങി. പകരം ഒരു മൊബൈൽ ഫോൺ എടുത്തു കൊടുത്തു. അയ്യോ, നോക്കൂ നോക്കൂ, ഇപ്പോഴാണ് നിങ്ങൾ സൂപ്പറായത്, ഇപ്പോഴാണ് നിങ്ങൾ സൂപ്പറായത്. നാഥുറാം ചിന്തിച്ചു. കോട്ടും സൂട്ടും മൊബൈൽ ഫോണും. ഇനി താൻ എങ്ങനെ കൂലിപ്പണിക്ക് പോകും? പോയില്ലെങ്കിൽ എങ്ങനെ ജീവിക്കും? അവിടെയും പരസ്യങ്ങൾ അദ്ദേഹത്തെ സഹായിക്കാനെത്തി. KSFE ലോണുകൾ, സമ്പാദ്യമില്ല, നിക്ഷേപമില്ല, ജീവിതാവസാനം വരെ തിരിച്ചടവ് മാത്രം. നാഥുറാം ലോണുകൾ അങ്ങനെ വാരിക്കൂട്ടി. നാഥുറാം അറിഞ്ഞിരുന്നില്ല താൻ വേലിയിലിരുന്ന പാമ്പിനെയാണ് ലോക്കറിൽ എടുത്തു വെച്ചതെന്ന്. അങ്ങനെയിരിക്കെ നാഥുറാമിന് പോസ്റ്റലിൽ ഒരു കവർ കിട്ടി. തന്റെ ജീവിതത്തിൽ ആദ്യമായി ഒരു എഴുത്ത് കിട്ടിയ സന്തോഷത്തിൽ നാഥുറാം തുള്ളിച്ചാടി. നാഥുറാം ആ കവർ പൊട്ടിച്ചു നോക്കി, ഞെട്ടിപ്പോയി. തന്റെ ആദ്യത്തെ മൊബൈൽ ബിൽ 5565 രൂപ. ഇതൊരു തുടക്കമായിരുന്നു. പിന്നീട്
ബില്ലുകളും ജപ്തി നോട്ടീസും ആഘോഷത്തോടെ വന്നുകൊണ്ടേയിരുന്നു. നാഥുറാമിന്റെ വീട്ടിൽ ബാങ്കുകാർ ആഘോഷം തന്നെ നടത്തി. കടം കയറി മുടിഞ്ഞ നാഥുറാം ചിന്തിച്ചു, ഇതിൽ നിന്നും രക്ഷപ്പെടാൻ എന്താണൊരു മാർഗം? അവിടെയും പരസ്യങ്ങൾ അദ്ദേഹത്തിന്റെ രക്ഷയ്ക്കെത്തി. MCR കയറുകൾ. ഒരറ്റം മരത്തിൽ കെട്ടുക, മറ്റേറ്റം കഴുത്തിൽ കുരുക്കുക, എന്നിട്ട് താഴേക്ക് ചാടുക. MCR കയറുകൾ. പിന്നെ നാഥുറാം ഒന്നും ചിന്തിച്ചില്ല. അങ്ങനെ നാഥുറാം വടിയായി, എല്ലാ കടങ്ങളിൽ നിന്നും മോചിതനുമായി. ഇന്ന് 2006 ഫെബ്രുവരി 29. നാഥുറാമിന്റെ 16 അടി യന്ത്രം. ഇതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കാം. ആന വാപൊളിക്കുന്നത് കണ്ട് അണ്ണാൻ വാപൊളിക്കരുത്. പാവപ്പെട്ട കർഷകർക്ക് എന്നും കണ്ണീരും കടവും കയറും മാത്രം.
ഓക്കെ സുനാമി പോലെ എന്തോ ഒന്നുകൂടി വരാൻ പോകുന്നു. എങ്ങനെ മനസ്സിലായി? അല്ലെങ്കിൽ പിന്നെ പാതിരാത്രിയിൽ പതിവില്ലാതെ എന്തിന് ചന്ദ്രൻ ഉദിക്കണം? ബുദ്ധിയുടെ കാര്യത്തിൽ ഈ തല ഇവിടെ ഇരിക്കാനുള്ളതല്ല സാർ. പിന്നെ വെട്ടിയെടുത്ത് വല്ല റെയിൽവേ ട്രാക്കിലും വെക്കണം. നീ കളിയാക്കണ്ട. 25,000 ലിറ്റർ കൊള്ളുന്ന 36 കന്നാസും ലോറിയും ഒറ്റയ്ക്ക് പിടിച്ചവനാ ഈ കൊലകൊല്ലി. ദൈവമേ, എന്നിട്ട് എവിടെ? കന്നാസിൽ സ്പിരിറ്റ് ആയതിനാൽ കേസെടുത്തില്ല. വല്ല പച്ചവെള്ളവും ആയിരുന്നെങ്കിൽ എന്റെ തനിക്കോണോ അവന്മാര് കണ്ടേനെ. സാർ, ഇന്ന് എനിക്ക് ഡേ ഡ്യൂട്ടി ആണോ അതോ നൈറ്റ് ഡ്യൂട്ടി ആണോ? ഇത് രണ്ടുമല്ല എന്റെ ബ്യൂട്ടി. ഇന്ന് നമുക്ക് ആ മുറിയിലാ ഡ്യൂട്ടി. ചേട്ടൻ ഇങ്ങനെ സംസാരിക്കുമ്പോൾ എനിക്ക് കുളിര് കോരുന്നു. Is it approved? Yes. ആഹാ. തുപ്പല് തെറിച്ചു വീണാ പിന്നെ ആർക്കാ കുളിര് കോരാത്തത്? ആകാശമാകുന്ന പോലീസ് സ്റ്റേഷനിൽ നമ്മൾ ഉരുട്ടിക്കൊന്ന പ്രതിയെ പോലെ ചന്ദ്രൻ ഉറക്കം തൂങ്ങി നിൽക്കുന്നു. താഴോട്ട് വീഴുമോ സാർ? ഈ സ്റ്റേഷൻ അതിർത്തിയിൽ വീണാൽ ചന്ദ്രന്റെ ഊപ്പടഞ്ചും വരുത്തും ഞാൻ. എന്റെ ഹൃദയത്തിനുള്ളിൽ വേട്ടൻ, അല്ല സോറി ചേട്ടൻ, റിമാൻഡിലായിട്ട് ഇന്ന് 12 വർഷം കഴിഞ്ഞിരിക്കുന്നു. എത്ര FIR ഞാൻ എഴുതി. സ്നേഹത്തോടെ ഒരു പെറ്റി കേസെങ്കിലും എനിക്ക് അയച്ചിട്ടുണ്ടോ? കുഞ്ഞമ്മണി, ഈ കേസ് ഇനിയെങ്കിലും ഏറ്റെടുത്തില്ലെങ്കിൽ കണ്ണിൽ കണ്ട CBI ക്രൈംബ്രാഞ്ചോ കയറി അങ്ങ് അന്വേഷിക്കും. അങ്ങനെ വന്നാൽ നീ എന്ന കേസ് കെട്ടില്ലാതാക്കാൻ ഞാനൊരു സാധനം കരുതി വെച്ചിട്ടുണ്ട്. എന്ത്? ആ സത്യം ഞാൻ വെളിപ്പെടുത്താം, കേട്ടോളൂ. മലപ്പുറം കത്തി. എന്റെ ഈശ്വരന്മാരെ, മലപ്പുറം കത്തിയത് നന്നായി. വല്ല കോഴിക്കോടോ തൃശ്ശൂരോ ആയിരുന്നെങ്കിൽ എന്റെ കുറെ ബന്ധുക്കൾ മരിച്ചേനെ. കോൺസ്റ്റബിൾ കുഞ്ഞമ്മണി, ദേ, എന്നെ പോലെ സൗന്ദര്യവും ആരോഗ്യവുമുള്ള വേറും വൃത്തിയുമില്ലാത്ത ചീത്ത പെൺകുട്ടികളെ വേറെ കിട്ടില്ല കേട്ടോ. കിട്ടണം. ഇന്നെങ്കിലും ജാമ്യം കിട്ടണം. നാളെ തന്നാൽ പോരെ? പോരാ, വെയിറ്റ് ചെയ്യാൻ സമയമില്ല, ഇപ്പൊ തന്നെ കിട്ടണം. കുഞ്ഞമ്മണി. യെസ് സാർ. അയ്യോ, പാടി ഉറക്കാം ഞാൻ താമരപ്പൂം പൈതലേ. കേട്ടു കേട്ടു നീ ഉറങ്ങൻ കരളിൻ്റെ കാതലേ, കരളിൻ്റെ കാതലേ. ഹലോ, അതെയോ എന്റെ ഈശ്വര. ഇതെങ്ങനെ സഹിക്കും? ആരാ ഫോണിൽ? എന്താ പറഞ്ഞത്? അതൊരു റോങ് നമ്പർ ആയിരുന്നു. ആ പ്രതിയുടെ വീട് കണ്ടുപിടിച്ചോ? സാർ, അത് പേടിക്കണ്ട, ധൈര്യമായി പറഞ്ഞോളൂ. സാർ, കണ്ണനല്ല ഒരു റോഡ് വഴി കൊട്ടിയെത്തിയാൽ എന്നെ ചെത്തും. നിന്നെ ഒരുത്തനും ചെത്തില്ല, ധൈര്യമായി പറഞ്ഞോളൂ. സാർ, ആ പ്രതി ഒരു ഊമയാണ് സാർ. എന്നാര് പറഞ്ഞു? അത് അവൻ തന്നെ പറഞ്ഞു. എന്നാൽ സത്യമായിരിക്കും. പിന്നെ കോൺസ്റ്റബിൾ കുഞ്ഞമ്മണിയും ഞാനും തമ്മിലുള്ള ബന്ധത്തിന് ഒരു FIR എഴുതണം. അവൾ എന്റെ മകളാണ്. ആ ഒരു കുറവേ അവൾക്കുള്ളൂ. എന്നാലും ഞാൻ കെട്ടും. എന്നാൽ ഇവിടെ ഇരിക്കുന്ന സർക്കാർ തോക്കിലെ ഒരു ഉണ്ട ഞാൻ പാഴാക്കും. ആത്മഹത്യ ചെയ്യുന്നത് ഭീരുത്വമാണ് മാമ. ഇതഞ്ഞ കൊമ്പന്റെ കണ്ണിൽ ഷോ ഗ്ലാസ് വെക്കരുത് സാർ. അതൊന്നും എനിക്കറിയണ്ട. പക്ഷേ എനിക്കറിയണം. എനിക്ക് എന്ന് ജാമ്യം തരും? എന്റെ വീട്ടിൽ കയറി നീ തേങ്ങ മോഷ്ടിച്ചല്ലേ? ഇതൊന്നും നല്ലതല്ല എന്ന് നിനക്കറിയില്ലേ? അറിഞ്ഞില്ല. പൊതിച്ചു നോക്കിയിട്ട് തേങ്ങ ഇടാൻ പറ്റുമോ സാർ? നിനക്ക് മാത്രമല്ല, മണിക്കൂറിൽ 36 തെങ്ങ് വരെ ഞാനും കയറും. അതെന്റെ ഹോബിയാ. എന്നെങ്കിലും ഒരിക്കൽ തെങ്ങേന്ന് വീഴുമ്പോ അതങ്ങോട്ട് മാറിക്കോളും. കുഞ്ഞമ്മണിയോ, എന്താ ഇത്? എല്ലാം ഇതിൽ എഴുതിയിട്ടുണ്ട്. ഓ, ഒളിഞ്ഞു നോക്കുന്നോടാ തെണ്ടി. ഇതിനാണ് സ്കൂളിൽ പോണം അക്ഷരം പഠിക്കണമെന്നൊക്കെ പറയുന്നത്. അക്ഷരം പഠിക്കാത്തതിന്റെ ബുദ്ധിമുട്ട് ഞാനിന്ന് അനുഭവിക്കുകയാണ് സാർ.
ഇപ്പോഴെങ്ങനെ തോന്നാൻ? 3-4 മുത്തിച്ചിപ്പി വാങ്ങി വെച്ചിട്ട് വായിക്കാൻ പറ്റുന്നില്ല. പിന്നെ പടം കണ്ടങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. മേലാൽ ഇത് ആവർത്തിച്ചാൽ ഇടിച്ചു നിന്റെ നാവി ഞാൻ പഞ്ചറാക്കും. എന്നെ എത്ര ദിവസം വേണമെങ്കിലും ഇടിച്ചോളൂ, പക്ഷേ ഇടിക്കുന്നത് ഈ കുഞ്ഞമ്മണി സാറായിരിക്കണം. പ്ലീസ് ഇടിച്ചോളൂ, ഇടിക്കൂ. ആ സാധ്യമല്ല. നീ സാറിന് തല്ലിയല്ലേ? ചുണയുണ്ടെങ്കിൽ നിനക്ക് ഒന്നുകൂടി തല്ലാമോ? നീ എന്നെ 2 വട്ടം തല്ലിയല്ലേ? ധൈര്യമുണ്ടെങ്കിൽ SI കൊലകൊല്ലിയെ ഒന്നുകൂടി തല്ലാമോ? എടാ തല്ലാൻ! ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ എത്ര തല്ലുകൊണ്ടാലും എനിക്കൊരു നാണവും മാനവും ഇല്ലെന്ന്? സാർ പോടാ പോ. നിന്റെ തല്ലുവാങ്ങി ഞാൻ ചാവേണ്ടെങ്കിൽ കേറിപ്പോ. മിണ്ടാതെ നോക്കി നിൽക്കാതെ പാട്ടുപാടി എടുത്തോണ്ട് പോടി. പാടി ഉറക്കാം ഞാൻ താമരപ്പൂം പൈതലേ. കേട്ടു കേട്ടു നീ ഉറങ്ങൻ കരളിൻ്റെ കാതലേ, കരളിൻ്റെ കാതലേ. പ്രിയപ്പെട്ട ചേട്ടന്, ഇതെന്റെ ദയാഹർജിയാണ്. എന്റെ കല്യാണം ഉറപ്പിച്ചു. എല്ലാത്തിനും കാരണം എന്റെ അച്ഛനാണ് എന്ന് സ്വന്തം PC KRQ 3264 കുഞ്ഞമ്മിണി. ഓഹോ, നിന്റെ അച്ഛനാ കിളവനാണല്ലേ പ്രശ്നം. വഴിയുണ്ടാക്കാം. എടോ 446 സർ, സ്റ്റേഷൻ പരിശോധിക്കാൻ തലസ്ഥാനത്ത് നിന്നും ആള് വരുന്നു. എല്ലാം വൃത്തിയല്ലേ? സാറിന്റെ സ്വഭാവം ഒഴിച്ച് ബാക്കി എല്ലാം വൃത്തിയാണ് സാർ. അത്യാവശ്യമായി ജീപ്പ് ഒതുക്കിയിടണം. ഇപ്പൊ തന്നെ ചീകി ഒതുക്കിയേക്കാം. ഞാൻ ജീപ്പ് എന്നാ പറഞ്ഞത്. സാറ് ചീപ്പ് ആണെന്ന് പറയണോ? കണ്ടാൽ അറിഞ്ഞുകൂടെ? ഈ തോക്കൊക്കെ പൊട്ടുവോടോ? 20 വർഷത്തിന് മുമ്പ് ഇതൊന്ന് വീട് പൊട്ടിയതാ, പിന്നെ കൊണ്ടുപോയി ഒട്ടിച്ചു വെച്ചിരിക്കുക. ഇതുകൊണ്ട് വെടിവെച്ച ആള് മരിക്കുമോന്നാ ഞാൻ ചോദിച്ചത്. സാറിന്റെ കയ്യിലല്ലേ സാധനം ഇരിക്കുന്നത്, എടുത്തൊന്ന് പരീക്ഷിച്ച് നോക്ക് സാറേ. ആർ യു റെഡി? യെസ്, ഈസ് ഇറ്റ് അപ്രൂവ്ഡ്? ഞാൻ റെഡി. എന്നാൽ ഞാനും റെഡി. അയ്യോ, ഇതാണ് കൊലകൊല്ലി. കുഞ്ഞമണി, ഇനി നമ്മുടെ കല്യാണത്തിന് ആരും തടസ്സം നിൽക്കില്ല. നീ പറഞ്ഞതുപോലെ നിന്റെ അച്ഛന്റെ വേടി തീർന്നു. കൊള്ളാം, പറഞ്ഞതുപോലെ പണി പറ്റിച്ചു അല്ലേ മിടുക്കൻ. അച്ഛാ, അച്ഛാ, എന്നെ തനിച്ചാക്കിയിട്ട് പോയല്ലോ എന്റെ അച്ഛാ. മക്കളെ, നിങ്ങളുടെ ബന്ധത്തിന് എനിക്ക് ഇഷ്ടമായിരുന്നു. പക്ഷേ എല്ലാ പ്രേമകഥയിലും പെണ്ണിന്റെ അച്ഛൻ ക്ലൈമാക്സ് വരെ സമ്മതിക്കില്ല. അതേ ഞാനും ചെയ്തുള്ളൂ. അതിനു മുമ്പ് നിങ്ങൾ എന്റെ ക്ലൈമാക്സ് തീർക്കുമെന്ന് ഞാൻ കരുതിയില്ല. അമ്മാവാ, എനിക്ക് ബാപ്പ് തരൂ. നിനക്ക് ഞാൻ കോപ്പ് തരാം. സ്ത്രീധനമായി തരാൻ എന്റെ കയ്യിൽ ഈ തൊപ്പി മാത്രമേ ഉള്ളൂ. അപ്പേ കുഞ്ഞമ്മണിയെ, ഈ തൊപ്പിക്കുള്ളിൽ 150 രൂപ ഇരിപ്പുണ്ടല്ലോ. എവിടെ? നിന്റെ അച്ഛന് 2 കൈക്കൂലി കൊടുത്താന്ന് തോന്നുന്നു. പാവം, മരിക്കണേന്റെ ഇടയിൽ മറന്നുപോയി കാണും. എവിടെ നോക്കട്ടെ? പിടിച്ചു മറക്കരുത്. 1 2 3 4 5 150 രൂപ ഉണ്ടെന്ന് കള്ളം പറയണ. ഇത് 250 രൂപ ഉണ്ട്. ഞാനല്ലേടാ എണ്ണി വെച്ചത്. മരിച്ചെന്നും പറഞ്ഞ എന്നെ പറ്റിക്കുന്നോടാ തെണ്ടി. വീണ്ടും ചത്ത്. കുഞ്ഞമ്മണിയെ, നിന്റെ അപ്പം കേരള പോലീസ് തന്നെ കൈക്കൂലിയുടെ കാര്യം പറഞ്ഞപ്പോ ജീവൻ തിരിച്ചു വന്നത് കണ്ടാ? ഇതാണ് സാറേ പഴമക്കാര് പറയുന്നത്. എന്ത്? അണ്ണാൻ എത്ര മൂത്താലും മരം കയറ്റം മറക്കില്ല ചേട്ടാ. സത്യം. ഇതെന്ത് പോലീസ് സ്റ്റേഷനായത്? മണി 10 ഒറ്റെണ്ണം കൃത്യസമയത്തിന് ഡ്യൂട്ടിക്ക് വരില്ലെന്ന് പറഞ്ഞാൽ ആകെ ഒരു SI ആയ ഞാനും ഉണ്ട്. ഞാൻ കിടന്ന എല്ലാത്തിനും പെടാപ്പാട് പറഞ്ഞു. ഇവിടെ PC 136
തൊന്നേക്ക് ആരാടോ പോലീസിലെടുത്തത്? സാറിനെടുത്ത ആള് തന്നെയാണ്. താൻ എന്താടോ വരാൻ വൈകിയത്? സാറേ വീട്ടിൽ ഭാര്യയും അമ്മയും തമ്മിൽ ഭയങ്കര വഴക്കാണെന്നേ. എടോ അമ്മയും ഭാര്യയും തമ്മിൽ ഭയങ്കര വഴക്കാണ്. തനിക്ക് നേരത്തെ ഡ്യൂട്ടിക്ക് വരാൻ പാടില്ലേ? അതെങ്ങനെയാ? എന്റെ ഒരു ഷൂസ് അമ്മയുടെ കയ്യിൽ, ഒരു ഷൂസ് ഭാര്യയുടെ കയ്യിൽ. ഇത് വെച്ചല്ലേ രണ്ടുപേരും അടി കൂടുന്നത്. ആട്ടെ, എന്നിട്ട് ഇപ്പൊ ഇത് എന്തിനാണ് ഈ അമ്മയും ഭാര്യയും കൂടി ഇങ്ങനെ വഴക്കുണ്ടാക്കണത്? എന്റെ സാറേ, ഭാര്യ എന്തെങ്കിലും പാചകം ചെയ്ത് കഴിഞ്ഞാൽ അമ്മയ്ക്ക് പിടിക്കൂല, അമ്മ എന്തെങ്കിലും പാചകം ചെയ്ത് കഴിഞ്ഞാൽ ഭാര്യയ്ക്കും പിടിക്കൂല. അത് ശരി, അതിന്റെ പേരിലാണ് വഴക്ക്. എന്നിട്ട് താനിത് എങ്ങനെ ഒരു പരിഹാരം കണ്ടത്? പിന്നെ ഞാൻ പാചകം ചെയ്യണ രണ്ടുപേർക്ക് ഇഷ്ടമാണല്ലോ, അതുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് പോണ്. അത് ശരി, എന്നിട്ട് ഇപ്പൊ വഴക്കൊക്കെ മാറി കാണുമല്ലേ? വഴക്ക് നടക്കാൻ ഞാൻ പറഞ്ഞതേ, ഇന്നു മുതൽ നിങ്ങൾ വഴക്ക് നിർത്തിയില്ലെങ്കിൽ ഞാൻ വല്ല വണ്ടിക്കും തല വെച്ച് ചാകുമെന്ന് പറഞ്ഞു. അത് കൊള്ളാം, കലക്കി കലക്കി. അപ്പൊ കുടുംബത്തിലെ വഴക്ക് തീർന്ന്. ആ വഴക്ക് തീർന്ന്, പക്ഷെ പുതിയ വഴക്ക് തുടങ്ങി. അതെന്നാത്തിനാ? ഞാൻ ചത്തു കഴിഞ്ഞ ഇൻഷുറൻസ് കാശ് ആരെടുക്കും എന്ന് പറഞ്ഞ് പൂര ഇടി നടക്കുക. എടാ ഇറങ്ങി പോയാ ഫയൽ എടുത്തോണ്ട് പോ. ഇവൻ ബസ് സ്റ്റാൻഡിൽ കിടന്ന് പരിങ്ങണവൻ. നിന്റെ പേര്? എന്റെ പേര് വിൻസെന്റ്. വിൻസെന്റ്. വിൻസെന്റ് ആണെങ്കിൽ ഞാൻ ഇന്നസെന്റ് ആണ് സാറേ. ആദ്യം വിൻസെന്റ്, പിന്നെ ഇന്നസെന്റ്. മിനിറ്റിന് പേര് മാറ്റി പറഞ്ഞ ചവിട്ടി നിന്നെ മാമുക്കോയാക്കി ഞാൻ. ചവിട്ടി നിന്നെ നാട്ടലിയാൻ ഊരെടുക്കാൻ ഞാൻ വരേക്ക്. അല്ലെങ്കിൽ വേണ്ട സാർ, ഞാൻ ഊരി തരാം. അതിനാ ഊരി തന്നെ ഉള്ളവനില്ലാത്തവരും കൊടുക്കണമല്ലോ പറയുന്നത്. അയ്യോ, നിങ്ങൾ ഇടിച്ച് നിന്നെ എന്തിനാണോ താൻ ഓടി ഒന്നും അറിയാതെ ഇവനെ ഈ പാവത്തിനെ പിടിച്ച് തല്ലണ? ഒന്നും അറിയാത്ത സാറിന് ഇവൻ ആരാന്നറിയാമോ? ആരാണോ ഇവൻ? ഇവൻ ആരാന്നറിയാമോ? ആരാന്ന്? സാറെ വെറും 5 വയസ്സ് പോലും പ്രായമാകാത്ത ഒരു പെങ്കൊച്ചിനെ ഇവൻ. 5 വയസ്സ് പോലും പ്രായമാകാത്ത ഒരു കൊച്ചു പെങ്കൊച്ചിനെ ഇവൻ. ഇവനാ? വെറും 5 വയസ്സ് പോലും പ്രായമാകാത്ത ഒരു കൊച്ചു പെങ്കൊച്ചിനെ ഇവൻ കഴിഞ്ഞ ജൂൺ 1-ാം തീയതി കഴിഞ്ഞ ജൂൺ 1-ാം തീയതി ഒരു 5 വയസ്സ് പോലും പ്രായമാകാത്ത ഒരു പെങ്കൊച്ചിനെ രാവിലെ 9:30 സാറ് കേൾക്കണം, രാവിലെ 9:00 5 വയസ്സ് പോലും ആകാത്ത ഒരു പാവപ്പെട്ട പെങ്കൊച്ചിനെ ജൂൺ 1-ാം തീയതി രാവിലെ 9:30 5 വയസ്സ് പോലും തികയാത്ത ഒരു പാവപ്പെട്ട പൊങ്കച്ചിനെ ജൂൺ മാസം 1-ാം തീയതി 9 മണിക്കൂർ എന്ത് ചെയ്തു? കൊച്ചു പെങ്കൊച്ചിനുണ്ടല്ലോ, ഇവൻ രാവിലെ 9:00 1-ാം ക്ലാസ്സിൽ കൊണ്ട് ചേർത്തേക്കണ് സാറേ. എവിടെ കൊണ്ട് ചേർത്ത്? 1-ാം ക്ലാസ്സിൽ കൊണ്ട് ചേർത്ത്. വിവരമില്ലാത്തവനെ. എടോ 5 വയസ്സ് പോലും തികയാത്ത പാവപ്പെട്ട പെങ്കൊച്ചിനെ പിന്നെ 1-ാം ക്ലാസ്സിലല്ലാതെ MA ചേർക്കാൻ പറ്റുള്ളൂ? സാറേ, നമ്മുടെ ഫയല് മൊത്തം എലി തിന്നൂട്ടോ. റിയലി? റിയലി അല്ലേ, വലിയൊരു തൊരപ്പനെലി. പിന്നെ ഒരു പരാതി കിട്ടിയിട്ടുണ്ട്. പരാതി? പോറ്റി വളർത്തിയ മോളെ കാണാനില്ല എന്ന് പറഞ്ഞ ആർക്കെ നായർ പരാതി കൊണ്ട് തന്നെ എന്താ ചെയ്യണ്ടേ? എങ്ങനെ പോറ്റി വളർത്തിയ മോളെ കാണാനില്ല എന്ന് പറഞ്ഞ ആർക്കെ നായർ പരാതി തന്നെ എന്ത് ചെയ്യണം? എടോ വിവരമില്ലാത്ത പോലീസുകാരാ, പോറ്റി വളർത്തിയ മോളെ കാണാനില്ലെന്ന് പറഞ്ഞ ആർക്കെ നായർ പരാതി വന്നിട്ട് എന്താ കാര്യം? പിന്നെ പോറ്റി വളർത്തിയ മോളെ കാണാനില്ലെങ്കിൽ പോറ്റി പരാതി തന്നെ. മനസ്സിലായോ? സമ്മതിച്ചു സാർ. എടോ PC, എന്താ സാറേ? എടോ തെക്കേപ്പുറത്തെ ബംഗ്ലാവിൽ ബോഡി കിടന്ന് പറഞ്ഞിട്ട് താൻ പോയി അന്വേഷിച്ചോടോ? ഞാൻ പോയി അന്വേഷിച്ചു സാറേ. ഞാൻ ചെന്നപ്പോഴേക്കും ബോഡി മുറ്റത്ത് കിടപ്പുണ്ട്. അകത്ത് കയറി ഒരു പരിശോധന കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോ ബോഡി കാണാനില്ല. ഓ മൈ ഗോഡ്, ബോഡി കാണാനില്ലെന്നേ. ബോഡി ആര് കൊണ്ടുപോയി? അത് അലക്കിയിട്ട് ആരെങ്കിലും എടുത്തോണ്ട് പോയി കാണും. താൻ ഏത് ബോഡിയാരോട് ഈ പറയണം? സാർ ഏത് ബോർഡ് ആരും ഉദ്ദേശിച്ചത്? അയ്യോ, എടോ ആ ലോഡ്ജിൽ തൂങ്ങി മരിച്ച നിലയിൽ ഒരാളെ കണ്ടെന്ന് പറഞ്ഞിട്ട് താൻ പോയി അന്വേഷിച്ചോടോ? ഞാൻ പോയി അന്വേഷിച്ച്. എന്നിട്ട് അവിടെ 1-ാം നില, 2-ാം നില, 3-ാം നില, 4-ാം നില, 5-ാം നില എന്നീ നിലകൾ മാത്രമേ ഉള്ളൂ. തൂങ്ങി മരിച്ച നില എന്ന് പറഞ്ഞൊരു നിലയില്ലാന്ന് പറഞ്ഞു ഞാൻ ഇങ്ങനെ തിരിച്ചു പോകുന്നത്. അതെന്ത് ലോഡ്ജ്? എന്ത് ലോഡ്ജ്? തല്ലിപ്പൊളി കിടന്ന് ഉറങ്ങി. ആരാടോ PC അത്? എന്റെ പൊന്നു സാറേ, നമ്മുടെ തൊട്ടപ്പുറത്ത് വീട്ടിൽ കിടന്ന് ഒച്ചപ്പാട് സാർ, അത് കാര്യമാക്കണ്ട. ഞാനൊരു കാര്യം പറയാം. നീ എന്നെ വേണ്ടി ഇടിക്കരുത്, പറഞ്ഞേക്കാം. എന്താ? ഞാൻ തൊപ്പി തെറിപ്പിക്കും. നീ തൊപ്പി തെറിപ്പിക്കണം. എടാ കുമാരാ, നീയായിരുന്ന? അപ്പൊ പേര് പറയാനായിട്ടാ ഇത്ര നേരം പിടിച്ചിടിച്ചത്? നീ പഴയ പോലെ ഇപ്പൊ ഞങ്ങൾക്കൊന്നും കൊണ്ട് തന്നൊന്നും ഇല്ല കേട്ടാ. എന്റെ പൊന്ന് സാറേ, കളക്ഷനില്ല.
കളക്ഷൻ ഇല്ലെന്നാ. എന്നിട്ട് ഞാൻ ടൗണിലെ മൊബൈൽ കടയിൽ 2 പ്രാവശ്യം കയറിയില്ലടാ. അത് ഞാനൊരു മൊബൈൽ മേടിക്കാൻ കയറിയല്ലേ. ഒരു ചെറിയ മൊബൈൽ മേടിക്കാൻ എന്തിനാണ് 2 പ്രാവശ്യം കയറിയത്? ആദ്യം ഞാനൊരു മൊബൈൽ മേടിക്കാൻ ഒരു ദിവസം കയറി. രണ്ടാമത് കയറിയതോ? പിന്നെ അതിന്റെ ചാർജർ സാറിന്റെ അപ്പം കൊണ്ടുവന്ന് വരുവാ. ഏട്ടാ എന്നെ പൊന്നു സാർ, അതാ അപ്പുറത്തെ വീട്ടിൽ നിന്ന് സാർ അത് കാര്യമാക്കണ്ടത്. ഇവന്റെ കാര്യം ആ സാറേ, പിന്നെ പഴയ പോലെ ഒന്നുമില്ലാണ്ട് വീട്ടിലേക്ക് എന്നാ അമ്മിണി ചേച്ചി എന്നെ ചീത്ത പറയും. ആരാടാ അമ്മിണി ചേച്ചി? എന്റെ ഭാര്യ. എടാ സ്വന്തം ഭാര്യനെ കയറി ആരെങ്കിലും ചേച്ചി എന്ന് വിളിക്കൂടാ? അത് പിന്നെ തലക്ക് മൂത്തവരെ പേര് വിളിക്കരുത് എന്റെ അച്ഛൻ എന്നെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്. ഇതാരോടോ ബീസി കിടന്ന് കരയണേ? എന്റെ പൊന്നു സാർ അപ്പുറത്തെ വീട്ടിൽ നിന്ന്. അത് കാര്യമാക്കണ്ട സാർ, അത് കാര്യമാക്കേണ്ട കാര്യമൊന്നുമില്ല. ആ പിന്നെ സാറേ, വ്യാജച്ചാരയെ കാണിച്ചു കൊടുത്ത 50,000 രൂപ തരാന്ന് പറഞ്ഞു. നമുക്കത് കാണിച്ചു കൊടുത്താൽ കാശിമാർ മേടിച്ച എന്താ കുഴപ്പം? ഇറങ്ങി പോടാ അവിടുന്ന്. എടോ അത് കാണിച്ചു കൊടുക്കാതിരുന്ന 1 ലക്ഷം രൂപ അവര് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? ഉള്ള കാശ് കളയാൻ വേണ്ടി. ഹലോ ഹലോ ഹലോ, എസ് സാറല്ലേ? അതെ, പോലീസ് സ്റ്റേഷൻ എസ് ഐ വാസുദേവൻ. സാറേ, ഞാൻ ഏഷ്യാനെറ്റിൽ നിന്ന് റിമി ടോമിയാ. ആര്? റിമി ടോമി. അയ്യോ റിമിയേ, റിമിയുടെ പരിപാടിയൊക്കെ ഞാൻ ഇഷ്ടം പോലെ കാണാറുണ്ട് കേട്ടോ. എന്റെ ദൈവമേ, എന്റെ പിള്ളേർക്കും ഭാര്യക്കൊക്കെ റിമിനെ എന്നാ ഇഷ്ടമാണെന്നറിയാവോ? റിമി പിന്നെ സുഖമൊക്കെ ആണല്ലോ അല്ലേ? റിമി നല്ല പരിപാടിയായിട്ടോ നിൽക്കണ. ആ പാട്ടില്ലേ ചിങ്ങമാസം വന്ന് ചേരും ഉഗ്രം പാട്ടായിട്ടത്. ഹലോ റിമി. എന്താണ് എന്തൊക്കെയുണ്ട് സുഖം? വിശേഷമൊക്കെ നല്ല സുഖം തന്നെ. അടിപൊളി പരിപാടിയാട്ടാ. സൂപ്പർ സൂപ്പർ. ഹലോ റിമി. എന്താ സാറേ? എസ് ഐ വാസുദേവനാണ്. എന്നാന്നേ? ഞാൻ വിട്ട ലെറ്റർ കിട്ടിയായിരുന്നോ? അതല്ലേ? അയ്യോ, എന്നോട് എന്തെങ്കിലും ചോദ്യം സമ്മാനം വല്ലതും ഉണ്ടാ? എന്റെ പൊന്നു സാറേ, ഞാനൊരു ഉഗ്ര ചോദ്യം ചോദിക്കുന്നുണ്ട്. എന്നോടാ? അയ്യോ, എന്നോട് റിമി ചോദിക്കാൻ പോണേ. ചോദിക്ക്. ഞാൻ ചോദിക്കട്ടെ. അടൂർ ഗോപാലകൃഷ്ണന്റെ നാട് എവിടെയാണ്? എന്താ സാറേ? പണി പാളിയല്ലോടോ. അടൂർ ഗോപാലകൃഷ്ണന്റെ സ്ഥലം ഏതാണ്? ഏതാടോ? ഉണിച്ചിറ ഉറപ്പാണ്. ശരിയാണ്. റിമി. എന്താ സാറേ പറഞ്ഞോളൂ. ഉത്തരം പറയട്ടെ? പറന്നേ. ഉണിച്ചിറ. അയ്യോ, തെറ്റിപ്പോയേ. ഹലോ, ഒരു മിനിറ്റ്. വടക്കം പറവൂര് പറഞ്ഞു. അടൂർ ഗോപാലകൃഷ്ണന്റെ നാട് വടക്കം പറവൂര്. റിമി കിട്ടി. പറയട്ടെ? പറോ. വടക്കൻ പറവൂർ. അയ്യോ, വീണ്ടും തെറ്റിപ്പോയി. എന്റെ പൊന്നു സാറേ, ഇവർ രണ്ടുപേരും പറഞ്ഞ തെറ്റാ. സാറ് വളന്തകാട് പറഞ്ഞു. വളന്തകാട് ഉറപ്പാണ്. റിമി, ഈ ഉത്തരം കറക്റ്റ് ആയിരിക്കും. പറയട്ടെ? വളന്തകാട്. അയ്യോ, വീണ്ടും തെറ്റി. മതി. അത് അടൂരായിരിക്കില്ലല്ലോ അല്ലേ? അടൂർ. കറക്റ്റ് ഉത്തരം. സാറിന് സമ്മാനം ഉണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ വിളിക്കട്ടോ. ഓക്കെ, എനിക്ക് ഇവിടെ ഒന്ന് പെരുമാറണം. ഓക്കെ. ഇവിടെ വളന്തകാട്. എന്റെ പൊന്നു സാറേ, ഈ സ്റ്റേഷന്റെ തൊട്ടപ്പുറത്തെ വീട്ടിൽ ഒരു ഭാര്യയും ഭർത്താവും താമസിക്കുന്നുണ്ട്. അവൻ ഡെയിലി കള്ളു കുടിച്ചു വന്നിട്ട് ആ പാവം പെങ്കൊച്ചിനെ തല്ലി ചമ്മന്തിയാക്കണം, ഒച്ചയ്ക്കാക്കണം. രാവിലെ പോലെ ഞാൻ ഈ കരച്ചിലേക്കണം. പൊക്കി കൊണ്ടോടാ. നീ ഇങ്ങോട്ട് മാറിയില്ല. ഒതുങ്ങി കൊണ്ടോടാ. അയ്യോ, മോളെ എവിടെ? എന്റെ പൊന്നു ദൈവമേ, നല്ല തണ്ടും തടിയുണ്ടല്ലോടാ നിനക്ക്. ഈ പാവപ്പെട്ട തക്കടും മുണ്ടം പോലെ ഇരിക്കുന്ന പെങ്കൊച്ചിനെ ഇടിച്ച് നീ വെണ്ണീറാക്കി കളഞ്ഞല്ലടാ. മോള് കരയല്ല, എന്നെ കൂടി കരയിപ്പിക്കല്ലേ. ഇതിനൊരു പരിഹാരം ഞാൻ ഉണ്ടാക്കി തരും. ഇതിനൊരു പരിഹാരം. ഇവൻ മോളെ എങ്ങനെയാണോ തല്ലിയത് അതുപോലെ മോളെ ഇവനെ തിരിച്ചു തല്ലി. കുനിഞ്ഞില്ലടാ. കൊടുത്തോ. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഓച്ചന്തുരുത്ത് ഓമന തിയേറ്റേഴ്സിന്റെ ഈ വർഷത്തെ ഏറ്റവും പുതിയ നാടകം പോ അണ്ണാച്ചി പിന്നവാ. നാടക രചന ഓന്തുണ്ണി ഓച്ചന്തുരുത്ത്. ഗതാഗതം ഓച്ചന്തുരുത്ത് ഓന്തുണ്ണി. ഈ നാടകത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പഠിക്കാൻ പറഞ്ഞാരാ? ഈ നാടകത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഈ നാടകത്തിൽ മെയിനായിട്ട് അഭിനയിക്കുന്ന 4 നടന്മാർ വന്നിട്ടില്ല. അതിനെന്തിനാണ് അടിച്ചത്? പകരം
പോലും അറിയാൻ പാടില്ലാത്ത, ജീവിതത്തിൽ നാടകം കണ്ടിട്ടേ ഇല്ലാത്ത ഈ നാട്ടിലെ ചുറുചുറുക്കുള്ള 4 ചെറുപ്പക്കാരെ തപ്പിയെടുത്ത് അത്യാവശ്യം ഡയലോഗുകൾ പറഞ്ഞ് പഠിപ്പിച്ചാണ് ഞാൻ ഈ നാടകം ഇവിടെ അവതരിപ്പിക്കുന്നത്. ഈ നാടകത്തിന്റെ സംവിധാനം ഓന്തുണ്ടി ഓച്ചന്തുരുത്ത്, അതായത് ഈ ഞാൻ. അടി ആ ആ ആ. നാടകം ആരംഭിക്കുന്നു. മുതലാളി രംഗത്ത് മുതലാളിന്ന് നീ എന്നെ ചുമന്നുടുപ്പ് തള്ളി വിടറാണ് ഇങ്ങോട്ട് വരില്ല, അങ്ങോട്ട് പോ അങ്ങോട്ട് മൈക്കിലേക്ക് വരാൻ. നാടകം പൊളിക്കല്ലേ, ഇവനൊക്കെ നാടകവും പൊളിക്കും. ഇങ്ങോട്ട് വാ, ഡയലോഗ് ഓർമ്മയിട്ടില്ല, ഒന്നും തെറ്റിക്കരുതിട്ടാ. നേരെ നിക്ക്. ആ ചിരിക്കുന്നു. അയ്യോ, പഴം പുഴുങ്ങിയ ചിരി ഇരിക്കാനല്ല പറഞ്ഞ, പിന്നെ അട്ടഹസിക്കുന്നു. എന്താ അട്ട ആട്ടല്ലെന്ന്, പിന്നെ അട്ടഹസിക്കാൻ. എങ്ങനെയത്? അടിപൊളി. അത് ഇവിടെ പറഞ്ഞാന്ന്. ആ ഉലാത്തുന്നു. ഉലാത്താൻ എങ്ങനെയത്? എടാ നടക്കാൻ. അത് പറഞ്ഞ പോരെ, കുലാത്തുന്നു. നടക്ക്. അങ്ങോട്ട്. സ്റ്റില്ല് എന്റെ ഈ പുള്ളിയുടെ ഒരെണ്ണം. എടാ ഫോട്ടോ എടുക്കണ കാര്യമല്ല, സ്റ്റില്ല് അനങ്ങാതെ നിൽക്കാൻ. മകള് വരുന്നു. മകള് ഞാനാണ്, എല്ലാം നീയാണ്. മകള് വാടാ പോടാ, നീ അച്ഛനാണ്. അച്ഛനൊക്കെ മോളാവണം. പെണ്ണ് വരുന്ന പെണ്ണ് തള്ളി വിടറാവൻ ഇങ്ങോട്ട്. പോടാ ഉത്തരിച്ചിട്ട് ബാബാ വേമ്പാ. ഡയലോഗ്. രക്ഷിക്കണം മുതലാളി, രക്ഷിക്കണം. 3 വട്ടം രക്ഷിക്കണം മുതലാളി. എടി പെണ്ണുമ്പിള്ള അതല്ല പറഞ്ഞ 3 പ്രാവശ്യം പറയാൻ. രക്ഷിക്കണം മുതലാളി, രക്ഷിക്കണം. രക്ഷിക്കണം മുതലാളി, രക്ഷിക്കണം. 3. മുതലാളിയുടെ മുഖത്ത് പുച്ഛം. മുതലയുടെ മുഖത്ത് എന്നാന്ന് പുച്ഛം. എങ്ങനെയത്? 3 കൊല്ലം മുമ്പ് ഇവിടെ ജോലിക്ക് നിന്ന ഞാൻ. 3 വർഷമായി ഞാൻ ഇവിടെ ജോലി നോക്കുന്നു. ഇപ്പോൾ ഞാൻ 6 മാസം ഗർഭിണിയാണ്. എന്റെ വയറ്റിൽ വളരുന്ന രാജുമോൻ എപ്പോഴും എന്നോട് ചോദിക്കും എന്റെ അച്ഛൻ ആരാണെന്ന്. അപ്പോൾ ഞാൻ പറയും, മാറി നിൽക്കുന്ന മുതലാളിയാണെന്ന്. ഇല്ലാത്ത ഗർഭത്തിന്റെ പേര് പറഞ്ഞ്. എടാ ഒന്ന് ആവേശത്തിൽ പറയടാ. മുദ്രാവാക്യം വേണ്ട, പയ്യെ പറഞ്ഞാൽ മതി. ഇല്ലാത്ത ഗർഭത്തിന്റെ പേര് പറഞ്ഞു. മാന്യന്മാരെ ആക്ഷേപിക്കാൻ നോക്കുന്നത്. കക്ഷത്തിന്റെ അക്ഷരം മാറ്റാൻ പറ്റുമോ? അങ്ങനെയല്ലേ എഴുതി വെച്ചേക്കണം, മാറ്റണം. മാന്യന്മാരെ ആ പറഞ്ഞതുപോലെ ആക്കാൻ ശ്രമിക്കുന്നത്. നിനക്കൊരു ഫാഷൻ അല്ലേടി. നിലാവുള്ള രാത്രിയിൽ മാവിൻ ചുവട്ടിൽ നിന്നെയും നോക്കി ഞാൻ കാത്തിരുന്നപ്പോൾ മുണ്ടും തലയിൽ മുല്ലപ്പൂവും വെച്ച് എന്നെ കാണാൻ ഓടി വന്ന എന്റെ അരികിലേക്ക് ഓടിയണഞ്ഞ മന്ദസ്മിതമേ, നിന്നെ വാരിപ്പുണരുവാനായി എന്റെ കൈകൾ കൊതിക്കുകയാണ്. എല്ലാവരും നോക്കണ്ടോ? ആര്? ചേച്ചിയൊക്കെ നോക്കണം. മുതലാളി മാത്രം നിന്നാ മതി. അച്ഛൻ വരുന്നു. ഞാനാണോ? എല്ലാം നീയാണോ പണ്ടാരങ്ങനായിട്ട്? അച്ഛൻ ഇങ്ങോട്ട് വാട വേമ്പ. എന്റെ ഷർട്ട് ഇട്ടുണ്ട് തന്നെ. മുതലാളി വിളി കേൾക്കുന്നു. എടാ മീൻകാരെയൊക്കെയാണല്ലോ ഞാൻ നിർത്തിയേക്കണേ. ഓ ആൽഫ്രഡ് വിൽഫ്രഡ് ഡിസൂസ. ആരാന്ന്? ആൽഫ്രഡ് വിൽഫ്രഡ് ഡിസൂസ. ഇത് ഞാൻ പറയില്ലെന്ന് പറഞ്ഞല്ലേ? പറയടാ. ഗോപി. ഗോപി അല്ല, PK ഗോപി. വന്നതിന്റെ ഉദ്ദേശം 3 വർഷങ്ങൾക്ക് മുമ്പോട് ജോലിക്ക് നിന്നിരുന്ന എന്റെ മകളെ 6 മാസം ഗർഭിണിയാക്കിയ ദുഷ്ട, നിന്നോട് ഞാൻ പകരം ചോദിക്കും. എന്റെ മോളെ ഗർഭിണിയാക്കിയതും പോരാഞ്ഞിട്ട് ഒരാൾ പറയടാ. എന്റെ മോളെ ഗർഭിണിയാക്കിയതും പോരാഞ്ഞിട്ട് ഞാൻ പറഞ്ഞോളാം. എന്റെ മോളെ ഗർഭിണിയാക്കിയതും പോരാഞ്ഞിട്ട് അട്ടഹസിക്കുന്നോടാ ദുഷ്ട. നിന്ന് അത്തള പുത്തള പുട്ട. അട്ടഹസിക്കുന്നോടാ ദുഷ്ട. നിന്ന് ആ പറഞ്ഞത് ഹസിക്കുന്നോടാ ദുഷ്ട. ചാടി വീഴുന്നു. എടാ ചാടി വീഴടാ. ചാടുന്നു വീഴുന്നു. എടാ മുതലാളിയുടെ മേത്തേക്ക് ചാടി വീഴാൻ. ചാടുന്നു വീഴുന്നു. കഴുത്തിന് കുത്തി പിടിക്കുന്നു. അമ്മേ, എന്റെ ദൈവമേ, നിന്റെ അല്ല മുതലാളിയുടെ കഴുത്തിന് കുത്തി പിടിക്കണം. അയ്യോ മുതലാളി തോക്ക്. ഞാൻ തോക്കൂല, ഇവൻ തോക്കട്ടെ. എടാ തോക്കെടുക്കാൻ. അയ്യോ തോക്കെടുത്തിട്ടില്ല. ഇവന്മാര് നാടകം പൊളിക്കുള്ളൂ. അവിടെ ഞാൻ കൊണ്ടുതരാം. അവിടെ നിൽക്ക്, ഞാൻ കൊണ്ടുതരാം. ആൾക്കാര് കാണാതെ ഞാൻ കൊണ്ട് തന്നോളാം. ആൾക്കാര് കാണാതെ തോക്ക് ഞാൻ കൊണ്ട് തന്നോളാന്ന്. ആരും കണ്ടിട്ടില്ല. കിട്ടി. വെടി വെക്കുന്നു. അവനാ
മരിച്ചു വീഴുന്നു. അയ്യോ എന്റെ ദൈവമേ, നീ വെടിവെച്ചിട്ട് നീ എങ്ങനെയാടാ ചാവണ? എഴുന്നേക്കടാ. നീ മരിച്ചു വീഴാ. ഞാൻ മരിച്ചു വീഴാ. ആ ചിരിക്കുന്നു. അയ്യോ നീ ചത്തവനല്ലേ, നീ എങ്ങനെ ചിരിക്കണം? കടക്കട അവിടെ കിടക്കടാ. ആ തോക്കായിട്ട് ഇങ്ങോട്ട്. ആ മകൻ വരുന്നു. ഞാനാണ് എല്ലാം നീയാണ്. മകൻ പാടാ വാങ്ങട്. മകൻ. ഡയലോഗ്. മുതലാളി 3 വർഷങ്ങൾക്ക് ഇവിടെ ജോലിക്ക് നിന്നിരുന്ന എന്റെ പൊന്നു പെങ്ങളെ ഗർഭിണിയാക്കിയതും പോരാഞ്ഞിട്ട് അത് ചോദിക്കാമെന്ന് എന്റെ പൊന്നച്ഛനെ വെടിവെച്ച് കൊന്ന ദുഷ്ട, നീ നശിച്ചു പോകും. നിന്റെ വെടിയുണ്ടേറ്റ് ഇവിടെ മരിച്ചു കിടക്കുന്ന എന്റെ പൊന്നച്ഛൻ ഇത് എവിടെ പോയത്? ഇവിടെ ഉണ്ടായിരുന്നില്ല പുള്ളി. എടാ ഇവിടെ ഉണ്ടാ, അവിടെ ഭയങ്കര ഉറുമ്പാടെ ഇറക്കുക, കാരണം ഞാൻ ഇങ്ങോട്ട് മാറിക്കണം. എവിടെയെങ്കിലും ഒന്ന് കിടക്ക്. ഡയലോഗ് പറ. ഞാൻ മാറ്റി പറഞ്ഞോളാം. ഉറുമ്പ് കടിയെ സഹിക്കു വയ്യാതെ ഇവിടെ നിന്ന് മാറി അവിടെ മരിച്ചു കിടക്കുന്ന എന്റെ പൊന്നച്ഛനെ കൊന്ന ദുഷ്ട, നീ നശിച്ചു പോകും. എന്നെ പെങ്ങളെ സൗവർണികേ. പെങ്ങളെ സൗവർണികേ. നിന്റെ അമ്മയുടെ തെറി മറിയരുത്. ഇല്ല, നിന്റെ അമ്മയുടെ അവസാനത്തെ ആഗ്രഹമായിരുന്നു മോളെ നീ ഒരു ഗർഭിണിയായി കാണുക എന്നുള്ളത്. എന്തെന്നാണ് ഈ പറയണ? അല്ലല്ല, കുടുംബിനിയായി കാണുക എന്നുള്ളത്. പറയൂ മകളെ, ഇതെങ്ങനെ സംഭവിച്ചു? ഡയലോഗ്. ഒരു തണുത്തു മരവിച്ച കറുത്ത രാത്രിയിൽ മുതലാളിയുടെ വീട്ടിൽ ഞാൻ TV കാണാൻ പോയി. ഏഷ്യാനെറ്റിലും കൈരളിയിലും സൂര്യയിലും കോമഡി ഷോ കണ്ടുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്നാണ് മുതലാളി ഫാഷൻ ചാനലിട്ടത്. അരുതേ എന്ന് ഞാൻ ആവർത്തിച്ചു പറഞ്ഞു. മുതലാളി കേട്ടില്ല. എന്നെ നിർബന്ധിച്ച് ഫാഷൻ ചാനൽ കാണിച്ചു. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല ചേട്ടാ. ഇതിൽ നിന്നും എനിക്കൊരു കാര്യം മനസ്സിലായി. ഇവിടെ തെറ്റ് ചെയ്തത് ഈ മുതലാളിയല്ല. ഞാൻ പറഞ്ഞില്ലേ, എന്റെ പൊന്ന് പെങ്ങളുമല്ല. ഇവിടെ തെറ്റ് ചെയ്തത് ആ ചാനലുകാരാണ്. അതുകൊണ്ട് എനിക്ക് ഈ സമൂഹത്തോട് ഒന്നേ പറയാനുള്ളൂ, ഇനി മേലാൽ നിങ്ങളുടെ വീട്ടിലുള്ള പ്രായപൂർത്തിയായ പെൺകുട്ടികളെ അടുത്ത വീട്ടിൽ TV കാണാൻ പറഞ്ഞയച്ചാൽ നിങ്ങൾക്കും ഇത് സംഭവിക്കും. എനിക്കൊരു സംശയം, സത്യത്തിൽ ഇതാണ് അല്ലെങ്കിൽ ഇതാണ് ഗർഭപാത്രം? മന്ത്രി എടാ പടക്കത്തിന് തീ കൊളുത്തിട്ട് മന്ത്രിനെ ആനയിക്ക്. പ്രിയമുള്ളവരെ, നമ്മൾ ആകാംക്ഷപൂർവ്വം കാത്തിരുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ഇതാ എത്തിക്കഴിഞ്ഞു. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തു കൊള്ളുകയാണ്. ഇതെന്താണിത്? ക്ഷമിക്കണം, കുറച്ചു നേരം പാർലമെന്റ് ആണെന്ന് ഓർത്തുപോയി. അതെ സാറ് നാട്ടിലുണ്ടായിരുന്നില്ലേ? ഏതോ ടൂറിലാണെന്നൊക്കെ പറയണായിട്ടല്ല. ഞാൻ വേൾഡ് ടൂറിലല്ലായിരുന്നോ? അതെല്ലേ? ഏതൊക്കെ രാജ്യങ്ങൾ സന്ദർശിച്ച്? അമേരിക്ക, അന്റാർട്ടിക്ക, ആഫ്രിക്ക, മലേഷ്യ, സിംഗപ്പൂർ. എന്റെ ദൈവമേ, ഞാൻ പോകാത്തും കാണാത്ത പോയ സ്ഥലങ്ങൾ ഇനി ഇല്ല. ഇനി ഏതെങ്കിലും രാജ്യം സന്ദർശിക്കണമെന്ന് വല്ല ആഗ്രഹങ്ങളുണ്ടോ? ഒരു രാജ്യം കൂടി കാണാനുണ്ട്. അതേതാണ് ആ സ്ഥലം? ഞാൻ ജയിച്ച മണ്ഡലം. അങ്ങനെ കടന്നു ചോട്ടിയിട്ടില്ല. അല്ലെ സാറ്, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. അപ്പൊ ടൂറൊക്കെ പോയിന്ന് പറഞ്ഞല്ല, ഭാര്യയൊക്കെ ഒരുമിച്ച് അടിച്ചു പൊളിച്ചാണ് ടൂർ പോയത്? ടൂർ പോയപ്പോ ഭാര്യയെ കൊണ്ടുപോയതോ? എടാ സദ്യ ഉണ്ടാകുമ്പോ വല്ലവരും പൊതിച്ചാലും കെട്ടിക്കണ്ട് പോവാ. അപ്പൊ സാർ അവിടെ പോയിരുന്നു. സമയമാകുമ്പോ ഞാൻ വിളിക്കാം. ഓക്കെ. പ്രിയമുള്ളവരെ, നമ്മുടെ വിശിഷ്ട അതിഥികൾ ഓരോരുത്തരായിട്ട് ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ സാംസ്കാരിക സമ്മേളനം ആരംഭിക്കാൻ പോവുകയാണ്. ഒരു പ്രകാശം കൊളുത്തിക്കൊണ്ടാണ് നമ്മുടെ സമ്മേളനം ആരംഭിക്കാൻ. ഏത് പ്രകാശൻ? മാഷെ, ഞാൻ ഉദ്ദേശിച്ചത് ഭദ്രദീപം. എന്റെ മാഷെ, ഞാൻ അതൊന്നുമല്ല ഉദ്ദേശിച്ചത്. ഞാൻ ഉദ്ദേശിച്ചത് നിലവിളക്ക്. എന്താണിത്? നിലവിളിക്കാൻ പറഞ്ഞ ഞാൻ പോടും. ഞാൻ എങ്ങനെയെങ്കിലും പോയി. എവിടെ പോണെന്നാണ് ഈ പറയണത്? അറിയില്ല. എന്നാ അവിടെ പോയി ചേടോ, അവിടെ പോയി. അടുത്തതായിട്ട് ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി ഏലമ്മ ടീച്ചറെ ക്ഷണിച്ചുകൊള്ളുകയാണ്. എന്ത് കഷ്ടമാണ്. സോറി, അല്പം സ്ട്രോങ് ആയി പോയി. കണ്ടപ്പോഴേ തോന്നി സ്ട്രോങ് ആയി പോയി. വേദിയിലിരിക്കുന്ന അധ്യക്ഷൻ മധ്യത്തിലിരിക്കുന്ന മധ്യക്ഷൻ, അറ്റത്ത് നിൽക്കുന്ന അറ്റൻഷൻ. ഞാൻ ഇവിടെ വന്നപ്പോഴ് ബഹുമാനപ്പെട്ട മന്ത്രി ഉൽപ്പലാക്ഷൻ സാറിനെ കണ്ടപ്പോഴ് എനിക്ക് ഓർമ്മ വരുന്നത്, വളരെ ചെറുപ്പത്തിലേ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ഉൽപ്പലാക്ഷൻ സാറ് എന്നെ വികൃതിയായിരുന്നു എന്നറിയാമോ? തെമാടിയായിരുന്നു, കുറുമ്പനായിരുന്നു, കച്ചറയായിരുന്നു, കച്ചറ കൂതറ.
പറയാനുള്ള കാരണം ഒരു ഓഗസ്റ്റ് 15 ഞാൻ സ്കൂളിലേക്ക് പോകുമ്പോഴ് നമ്മുടെ ഈ ബഹുമാനപ്പെട്ട മന്ത്രി ഉൽപ്പലാക്ഷ് സാർ എന്റെ പുറകെ വന്നു. പോവണ്ട ഞാൻ എല്ലാം പറയോടാ കുറുമ്പ കാണിച്ചാ ഞങ്ങടാ. ഈ മന്ത്രി എന്റെ തൊട്ട് പുറകെ വന്നിട്ട് എന്നെ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോ ആരുമില്ല. ഒച്ച പോലെ ഒരാൾ ഓടി വരാനില്ല. ഇടുങ്ങിയ ഇടവഴിയല്ലേ, എനിക്ക് ആകെ പേടിയായി. ഈ മന്ത്രി എന്റെ തൊട്ട് പുറകെ വന്നിട്ട് എന്നെ തൊട്ടില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയം എന്റെ ചങ്കടിപ്പ് വർദ്ധിച്ചു. എനിക്ക് ആകെ പേടിയായി. എന്റെ മാനം പോകുമോന്ന് പോലുമായി. ഈ മന്ത്രി എന്റെ തൊട്ട് പുറകെ വന്നിട്ട് എന്നെ ഞാനിതിനെ എങ്ങനെ പറയും? എന്നെ കടിക്കാൻ വന്ന പട്ടിയെ കല്ലെടുത്തെറിഞ്ഞ് ഓടിച്ചു. അങ്ങനെയുള്ള മന്ത്രി ഇരിക്കുന്ന ഈ വേദിയിൽ നമ്മുടെ നാടിന് വേണ്ടി സമർപ്പിക്കാൻ പോകുന്ന ഔപചാരികമായ യന്ത്രമത്സ്യന്റെ ഉദ്ഘാടനത്തെ കുറിച്ച് അതെ മന്ത്രിക്ക് പോകാൻ ടീച്ചറിന്റെ പ്രസംഗം പിന്നെ അവസരം തരാം. ടീച്ചർ അവിടെ പോയിരിക്കും. തീർച്ചയായും പിന്നെ പറയാം. സമാധാനമായി. ഞാൻ പോണു. എവിടെ പോണു? അറിയില്ല. എങ്ങോട്ടെങ്കിലും പോടോ മനുഷ്യനെ തെറ്റിക്കാണ്ട്. എന്നാ പോണില്ല. എന്നാൽ അവിടെ പോയിരിക്കും. അടുത്തതായിട്ട് ഉദ്ഘാടനത്തിനായിട്ട് മന്ത്രിയെ ക്ഷണിക്കുകയാണ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, അമ്മമാരെ, പെങ്ങന്മാരെ, മുമ്പിലിരിക്കുന്ന പിയ്യാൻ പിള്ളേരെ, നമ്മൾ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ ഒച്ചപ്പാടുണ്ടാക്കി ബഹളം ഉണ്ടാക്കി സംസാരിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? എന്ത് സംസാരിച്ചാലും സമാധാനപരമായിട്ട് സംസാരിക്കണം. ഇത് പറയുമ്പോൾ എനിക്കൊരു സംഭവമാണ് ഓർമ്മ വരുന്നത്. അവിടെ പഞ്ചാബ്, സിന്ധ്, ഗുജറാത്ത്, മറാഠ, പൊറോട്ട, ഉൽക്കല, വെങ്ക എന്ന സ്ഥിതിവിശേഷമായിരുന്നു. ഇത് പറയുമ്പോൾ രാജ്യത്ത് അതിൻ്റെതായ ചില നിലനിൽപ്പുകൾ വേണ്ടേ? വേണമെങ്കിൽ എന്തുണ്ടാക്കണം? അതിനുവേണ്ടി നമ്മൾ മുന്നിട്ടിറങ്ങണം. സാറേ എങ്ങോട്ടായി പോണത്? ക്ഷമിക്കണം, പാർലമെന്റ് ആന്ന് ഓർത്തു പോകും. അങ്ങനെയൊക്കെ സാറ് ഓർക്കല്ലേ. സാർ ഈ റോബോട്ടിനെ കുറിച്ച് 2 വാക്ക് പറഞ്ഞാൽ മതി. ഈ നിൽക്കുന്ന വരിക്കച്ചക്കയുടെ ഉദ്ഘാടനം. വരിക്കച്ചക്കയല്ലെന്ന്, റോബോട്ട്. ഈ നിൽക്കുന്ന റോക്കറ്റിന്റെ ഉദ്ഘാടനം. റോക്കറ്റ് അല്ല സാറേ, റോബോട്ട്. റോബോട്ടിനെ കുറിച്ച് പറയണം. അതെ. റോബോട്ട് എന്ന് പറഞ്ഞാൽ ആരാണ്? 5 രൂപ 10 രൂപ കാശ് മേടിക്കാൻ കൃത്യമായിട്ട് കൊണ്ടു തരുന്ന വ്യക്തിയാണ് റോബോട്ട്. ഏത് റോബോട്ട്? പലിശക്കാരൻ റോബോട്ട്. എന്റെ ദൈവമേ സാറേ, ഇത് അതൊന്നുമല്ല. എന്ത് ചോദിച്ചാലും സത്യം പറയുന്ന ഒരു യന്ത്രമനുഷ്യനാണ്. സാറെന്തെങ്കിലും ചോദിക്കുമ്പോൾ ആ യന്ത്രമനുഷ്യൻ സത്യം പറയാം. അങ്ങനെ പരിപാടി സാറൊന്ന് ഉദ്ഘാടനം ചെയ്താൽ മതി. അല്ല, എന്ത് ചോദിച്ചാലും സത്യം മാത്രം പറയുന്നത് എന്താ ഉറപ്പ്? സാറിന് സംശയമുണ്ട്? പിടിച്ചോ, കേട്ടോ. റോബോട്ടെ, എന്തോ ആരാണ് ഈ പരിപാടിയോട് ഉദ്ഘാടനം ചെയ്യാനായിട്ട് എത്തിയേക്കണത്? മന്ത്രി ഉൽപ്പലാക്ഷൻ. ചോദിച്ചാലും സത്യം മാത്രമേ പറയുള്ളൂ. നിങ്ങളുടെ എല്ലാവരും അനുവാദത്തോടു കൂടി ഞാനൊരു കാര്യം ചോദിച്ച് അതിന്റെ സത്യം മനസ്സിലാക്കി ഈ റോബോട്ടിനെ ഉദ്ഘാടനം ചെയ്യുകയാണ്. റോബർട്ടേ, എന്തോ എന്റെ അച്ഛനാരാണ്? താങ്കളുടെ അച്ഛൻ എറണാകുളം സ്റ്റാൻഡിലെ ഒരു പെട്ടിക്കടയിലിരുന്ന് നാരങ്ങ പിഴിയുന്നുണ്ട്. എന്റെ അച്ഛൻ മരിച്ചോട്ട് 25 കൊല്ലം. റോബോട്ടിന് എന്തെങ്കിലും അബദ്ധം പറ്റിയിട്ടുണ്ടാവും. സാർ ഒന്നുകൂടി ഒന്ന് ചോദിക്കും. റോബർട്ടേ, എന്തോ എന്റെ അച്ഛനാരാണ്? താങ്കളുടെ അച്ഛൻ എറണാകുളം സ്റ്റാൻഡിലെ ഒരു പെട്ടിക്കടയിലിരുന്ന് നാരങ്ങ പിഴിയുന്നുണ്ട്. എന്റെ അച്ഛൻ മരിച്ചോട്ട് 25 കൊല്ലായത്. സാർ എന്തെങ്കിലും അബദ്ധം പറ്റിയതായിരിക്കും. സാർ ഒന്നുകൂടി ഒന്ന് വിശദമായിട്ട് ചോദിക്കും. വിശദമായിട്ട് ചോദിക്കാം. റോബർട്ടേ, എന്തോ എന്റെ അച്ഛൻ, അതായത് എന്റെ അമ്മയുടെ ഭർത്താവ് ആരാണ്? താങ്കളുടെ അമ്മയുടെ ഭർത്താവ് മരിച്ചുപോയി. പക്ഷേ താങ്കളുടെ അച്ഛൻ ഇപ്പോഴും എറണാകുളം സ്റ്റാൻഡിലെ പെട്ടിക്കടയിലിരുന്ന് നാരങ്ങ പിഴിയുന്നുണ്ട്. എന്നടി ശോശാമ്മ കണ്ടിട്ട് മിണ്ടാത്ത പണ്ടത്തെ ഞാൻ തന്നെയാ. എടി വന്നോടി കാശുണ്ട്, 5-6 കാറുണ്ട്, എസ്റ്റേറ്റ് ബംഗ്ലാവുണ്ട്. അങ്ങോട്ട് മാറും മനുഷ്യ. എന്നടി ശോശേ, എന്നടി ശോശാമ്മ കണ്ടിട്ട് മിണ്ടാത്ത പണ്ടത്തെ ഞാൻ തന്നെയാ. എടി വന്നോടി കാശുണ്ട്,
ശോശാമ്മേ നീ ക്ഷമിക്ക്. ഇന്നിപ്പം തന്റെ അപ്പൻ മുടക്കിലല്ലേ അങ്ങേരി വടിയായടി. എടി എന്നടി ശോശാമ്മ കണ്ടിട്ട് മിണ്ടാത്ത പണ്ടത്തെ ഞാൻ തന്നെയാ. എടി വന്നോടി കാശുണ്ട് 5-6 കാറുണ്ട് എസ്റ്റേറ്റ് ബംഗ്ലാവുണ്ട്. ഇന്നിപ്പം വേറൊരു ഗതികേടുണ്ട് എന്റെ ഭർത്താവ് കിളവനുണ്ട്. ഇന്നിപ്പം വേറൊരു ഗതികേടുണ്ട് എന്റെ ഭർത്താവ് കിളവനുണ്ട്. ആ കിളവന്റെ പേരൊന്ന് ചൊല്ലിനടി ഞാൻ പാഷാണം കൊടുത്തു കൊല്ലാം. ആ കിളവന്റെ പേരൊന്ന് ചൊല്ലിനടി ഞാൻ പാഷാണം കൊടുത്തു കൊല്ലാം. മേലെ പറമ്പിലെ അന്തോണി അവറാച്ചൻ എന്റെ അപ്പന്റെ അപ്പനടി. വെല്ലുമ്മച്ചി കൊച്ചുമോനെ